കേരളത്തിലെ ജീസസ് കരിസ്മാറ്റിക് നവീകരണത്തിൻ്റെ ഭാഗമായി രൂപം കൊണ്ട ജീസസ് യൂത്ത് മുന്നേറ്റത്തിലൂടെയാണ് എൻ്റെ കരിസ്മാറ്റിക് നവീകരണ ജീവിതം ആരംഭിക്കുന്നത്. തീർച്ചയായിട്ടും പിന്നീട് കരിസ്മാറ്റിക് നവീകരണത്തിൻ്റെ ഭാഗമായി യാത്ര ചെയ്യാൻ എനിക്ക് അവസരം ഉണ്ടാവുകയും കോതമംഗലം സോണിൻ്റെ ഭാഗമായി നവീകരണ പ്രവർത്തനങ്ങൾ തുടങ്ങുകയും ഞാൻ അന്ന് എൻ്റെ ഇടവകയിൽ കുറച്ച് ചേട്ടന്മാരോട് ചേർന്ന് ഞായറാഴ്ചകളിൽ ഒരു 3 മണിക്കൊരു കരിസ്മാറ്റിക് പ്രാർത്ഥന ഗ്രൂപ്പ് ആരംഭിക്കുകയും പിന്നീട് എൻ്റെ അമ്മ 2013 മരിച്ചുപോയി. പക്ഷേ എൻ്റെ അമ്മ മരിക്കുന്നത് വരെ അമ്മ ആ കരിസ്മാറ്റിക് ഗ്രൂപ്പിൻ്റെ ഭാഗമായിരുന്നു. പിന്നീട് ആ ഗ്രൂപ്പിൻ്റെ നേതൃത്വം ഏറ്റെടുത്ത് ഇന്ന് KST അംഗമായിരിക്കുന്ന ശ്രീ രാജേഷ് പിട്ടാപ്പള്ളിൽ ഞങ്ങൾ ഒരു ഇടവകക്കാരാണ്. അപ്പോൾ എൻ്റെ ജീവിതത്തിനും എൻ്റെ കുടുംബത്തിനും പ്രത്യേകിച്ച് ഈ കരിസ്മാറ്റിക് നവീകരണത്തിൻ്റെ കേരളത്തിലെ മുഴുവൻ സംവിധാനങ്ങളോടും വലിയ കടപ്പാടുണ്ട്. കാരണം എൻ്റെ ജീവിതത്തെ എന്തെങ്കിലുമൊക്കെ മാറ്റം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ജീസസ് യൂത്തിലൂടെ ഈ കരിസ്മാറ്റിക് നവീകരണം എൻ്റെ ജീവിതത്തിൽ ചെറിയ സ്വാധീനം കൊണ്ട് മാത്രമാണ്. ഞാൻ വളരെ ഒരു വലിയ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നമ്മുടെയൊക്കെ മുമ്പിൽ നമുക്ക് വലിയ മാതൃകകളായി ജീവിക്കുന്ന ഈ പ്രിയപ്പെട്ടവരിലേക്ക് ഞാൻ പോവുകയാണ്. ആദ്യം പനക്കലച്ചനിൽ നിന്ന് തന്നെ തുടങ്ങണമെന്നുള്ളത് സ്വാഭാവികമായും നമ്മൾ ഏറ്റവും അർഹിക്കുന്ന ഒരാൾ തന്നെയാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അച്ഛനിലേക്ക് ഞാൻ പോവുകയാണ്. അച്ഛനെ ഞാൻ പരിചയപ്പെടുത്തിയപ്പോൾ പറഞ്ഞതുപോലെ കേരളത്തിൽ അച്ഛനൊരു പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. എങ്കിലും ഞാനൊരു ചെറിയ കാര്യം അച്ഛനെ ശ്രദ്ധിക്കുന്നത് ലാളിത്യമാണ്. അച്ഛനെ ഈ ആൾക്കൂട്ടത്തിന് ഇടയിൽ നടന്നത് ഇപ്പം പോലും അച്ഛൻ്റെ കൂടെ ഞാനും ജെയിംസ് ഊട്ടി ബ്രദറും നടന്നു പോകുമ്പോൾ കുറച്ച് അച്ഛനായതുകൊണ്ട് സ്വാഭാവികമായിട്ടും അവിടെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്ന കുറച്ച് യൂത്ത് പിള്ളേരെ എഴുന്നേറ്റു. അവർ ചിലർ പരിചയമുള്ളവരെ. അപ്പം ഞാൻ പറഞ്ഞു, മക്കളെ, നടന്നു പോകുന്നത് പനക്കലച്ചനാണ്. ഒരു വിധത്തിലും ഒരു പ്രൊജക്ഷൻ ഇല്ലാതെ ഈ ആൾക്കൂട്ടത്തിൻ്റെ ഇടയിലൂടെ ശാന്തനായി നടക്കുന്ന അച്ഛൻ. പക്ഷെ നവീകരണത്തിന് വേണ്ടി ഇതേപോലെ നിലയുറപ്പിച്ച് മുഴുവൻ ഏറ്റുവെച്ച അച്ഛനോട് എനിക്ക് ചോദിക്കാനുള്ളത്, കരിസ്മാറ്റിക് നവീകരണം അച്ഛൻ്റെ ജീവിതത്തെ എങ്ങനെ സഹായിച്ചു എന്ന് അച്ഛൻ ഒന്ന് പറഞ്ഞു തുടങ്ങട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കരിസ്മാറ്റിക് ധ്യാനത്തിലേക്ക് വന്നത് എന്ന് പങ്കുവയ്ക്കാനായിട്ട് പോവുകയാണ്. നിങ്ങൾക്കറിയാവുന്ന പോലെ വിൻസെൻഷൻ സഭയിലെ ഒരു അംഗമാണ് ഞാൻ. ഞങ്ങളുടെ സഭയ്ക്ക് പൈതൃകമായിട്ടുള്ള ഒരു ധ്യാനമുണ്ട്. അത് പോപ്പുലർ മിഷൻ ധ്യാനമാണ്. ഞാൻ വൈദികനായി കഴിഞ്ഞപ്പോൾ പോപ്പുലർ മിഷൻ ധ്യാനത്തിൻ്റെ അസിസ്റ്റൻ്റ് ഡയറക്ടറായിട്ടാണ് എനിക്ക് ആദ്യത്തെ അപ്പോയിൻമെൻറ്റ് കിട്ടിയത്. പിന്നീട് ആ ധ്യാനത്തിൻ്റെ ഡയറക്ടറായിട്ടും എനിക്ക് പ്രവർത്തിക്കാനായിട്ട് കഴിഞ്ഞു. അങ്ങനെ പോപ്പുലേഷൻ ധ്യാനത്തിൽ ധ്യാനം നടത്തി കൊണ്ടിരിക്കുമ്പോഴാണ് എന്നെ ബഹുമാനപ്പെട്ട നായ്ക്കൻ മർമലച്ചൻ ശക്തമായിട്ട് എന്നെ പ്രേരിപ്പിക്കുമായിരുന്നു. അച്ഛൻ വന്നൊരു ധ്യാനം, കരിസ്മാറ്റിക് ധ്യാനം കൂടണം, എന്നാൽ അച്ഛന് കൂടുതൽ ആളുകളിൽ സേവനം ചെയ്യാൻ കഴിയും, ശുശ്രൂഷ ചെയ്യാൻ കഴിയും, പരിശുദ്ധാത്മാവിൻ്റെ വരദാനങ്ങൾ ഉപയോഗിച്ച് ശുശ്രൂഷ ചെയ്താൽ അത് വലിയ ഫലങ്ങളുണ്ടാക്കും എന്ന് അച്ഛൻ എന്നെ ഉപദേശിച്ചു. അതിൻ്റെ ഫലമായി വൈദികർക്ക് വേണ്ടി തൃക്കാക്കരയിൽ കോളേജ് ഹോസ്റ്റലിൽ നടത്തിയ വൈദികരുടെ ധ്യാനത്തിൽ ഞാൻ പോയി പങ്കെടുത്തു. ആ ധ്യാനത്തിന് നേതൃത്വം കൊടുത്തത് ജെറോം പിതാവ് ഉണ്ടായിരുന്നു, അഡ്വക്കേറ്റ് എ. മാത്യു സാറുണ്ടായിരുന്നു, എബ്രാഹിം പള്ളിവാതിൽക്കൽ അച്ഛനുണ്ടായിരുന്നു, പിന്നെ മുണ്ടശ്ശേരി അച്ഛനുണ്ടായിരുന്നു, പിന്നെ നായ്ക്കൻ പറമ്പിൽ അച്ഛനുണ്ട്. അങ്ങനെ ഇവരുടെ മഹനീയമായ നേതൃത്വത്തിൽ നടന്ന ആ ധ്യാനത്തിൽ ഞാൻ പങ്കെടുത്തു. അതെനിക്ക് വലിയൊരു അനുഭവമായി മാറി. ഞാൻ കൗൺസിലിങ്ങിന് പോയത് മാത്യു അച്ഛൻ്റെ അടുത്താണ്. അച്ഛൻ അല്പസമയം എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥനാ സമയത്ത് വലിയൊരു എനിക്കുണ്ടായി. എൻ്റെ ഉള്ളിലുണ്ടായിരുന്ന ദുഃഖങ്ങളെല്ലാം പൊട്ടി ഒഴുകി. ഞാൻ വളരെ ഉച്ചത്തിൽ കിടന്ന് കരഞ്ഞു. എൻ്റെ ഉള്ളെല്ലാം ഫ്രീ ആയി. അതിനുശേഷം പിന്നെ തുടർന്ന് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേക പ്രാർത്ഥനാ സമയത്ത് അതിനേക്കാൾ കൂടുതലായിട്ടുള്ള അഭിഷേകത്തിൻ്റെ അനുഭവം എനിക്കുണ്ടായി. ആ അഭിഷേക സമയത്ത് ഭാഷാവരം ലഭിച്ചു.
പിന്നെ ദർശന വരവുണ്ടായി. അങ്ങനെ ഈ അനുഗ്രഹങ്ങളോടുകൂടിയാണ് ധ്യാനം കഴിഞ്ഞ് ഞാൻ വെളിയിലേക്ക് വരുന്നത്. അത് എന്നെ വളരെയധികം പിന്നീടുള്ള ധ്യാന ശുശ്രൂഷകളിലെല്ലാം എന്നെ സഹായിച്ചു. അങ്ങനെ വെളിയിലേക്ക് വന്ന ശേഷം പിന്നെ ഞാൻ മാസത്തിൽ 2 ആഴ്ച പെർമിഷൻ ധ്യാനമില്ല, 2 ആഴ്ച മാത്രമേ പെർമിഷൻ ധ്യാനമുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ മിച്ചമുള്ള 2 ആഴ്ച കരിസ്മാറ്റിക് ധ്യാനത്തിൽ പ്രീച്ച് ചെയ്യാനായിട്ട് പോകും. അന്ന് ആ ടീമിൽ അപ്പച്ചൻകുട്ടിയുടെ ടീമിലാണ് ഞാൻ പോയിക്കൊണ്ടിരുന്നത്, ചങ്ങനാശ്ശേരിക്കാരനായ അപ്പച്ചൻകുട്ടിയുടെ ടീമിൽ. അതെല്ലാം അൽമായരാണ്, അവരുടെ കൂട്ടത്തിൽ കുർബാന ചെല്ലാനും ക്ലാസ് എടുക്കുവാനായിട്ട് ഞാൻ പോയിക്കൊണ്ടിരുന്നു. അതെല്ലാം ഓരോ ധ്യാനവും എന്നെ വളരെയധികം ശക്തിപ്പെടുത്തുകയും എനിക്ക് കൂടുതൽ വിശ്വാസവും എല്ലാം ലഭിക്കുവാൻ അതിടയാക്കി. തുടർന്ന് ഞങ്ങൾ കോട്ടയിൽ ആയിരിക്കുമ്പോൾ ബഹുമാനപ്പെട്ട നായ്ക്കമ്പറമ്പിലച്ചൻ പച്ചാളം ആശ്രമത്തിൽ നിന്ന് പോപ്പുലർ മിഷൻ സെൻ്ററായ കോട്ടയിലേക്ക് വന്നു. അച്ഛൻ അവിടെ വന്നു കഴിഞ്ഞപ്പോഴേക്കും അത് ഞങ്ങൾക്ക് എല്ലാവർക്കും വലിയൊരു ഉണർവായിരുന്നു. ഞങ്ങളെ കൂട്ടിയിരുത്തി അച്ഛൻ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അങ്ങനെ തുടർന്നുള്ള മുന്നോട്ടുള്ള നീക്കത്തിൽ അച്ഛന് പരിശുദ്ധാത്മാവിൽ നിന്ന് കിട്ടിയ വെളിപ്പെടുത്തലുകൾ അത് ഈ കേരള സഭയിൽ, ആഗോള സഭയിൽ നവീകരണത്തിൻ്റെ പുതിയ പുതിയ മേഖലകൾ തുറക്കുവാനായിട്ട് ഇടയായി. അതെങ്ങനെ എന്ന് ചോദിച്ചാൽ, ഞങ്ങൾ പോപ്പുലർ മിഷൻ ധ്യാനം കഴിഞ്ഞ് ആശ്രമത്തിൽ വരുമ്പോൾ ധ്യാനം നടന്ന സ്ഥലങ്ങളിൽ നിന്ന് ആളുകൾ പലരും കൗൺസിലിങ്ങിന് വേണ്ടി ഞങ്ങളെ തിരക്കി കോട്ടയിൽ വരും. അപ്പം രാവിലെ കുറേ ആളുകൾ കാണും. അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ അച്ഛൻ പറഞ്ഞു, നമുക്ക് അവർക്ക് വേണ്ടി കൗൺസിലിംഗ് നടത്തുന്നതിന് മുമ്പ് അവർക്ക് വേണ്ടി വചനത്തിൻ്റെ ക്ലാസ് കൊടുത്ത് അതിനുശേഷം കൗൺസിലിംഗ് നടത്താം. അങ്ങനെ ആദ്യം അവർക്ക് വേണ്ടി ഒരു വചനത്തിൻ്റെ ക്ലാസ് കൊടുക്കും, അതിനുശേഷം ഞങ്ങൾ കൗൺസിലിംഗ് നടത്തും. അതാണ് പിന്നീട് കോട്ടയിലെ അനുദിന വചന ശുശ്രൂഷയായി വളർന്നു വന്നത്. അപ്പോൾ അത് വളർന്നു വന്നതോടുകൂടി എല്ലാ ദിവസവും കോട്ടയിൽ വചന ശുശ്രൂഷ ഉണ്ടാകും, രോഗശാന്തി പ്രാർത്ഥനയുണ്ടാകും. ഞാൻ ഡിവൈൻ ധ്യാന കേന്ദ്രത്തെക്കുറിച്ച് പ്രത്യേകിച്ച് പനക്കിലച്ചനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഏറ്റവും വലിയൊരു കാര്യം, ധൈര്യമായിട്ട് നമുക്ക് ധ്യാനത്തിന് ഒരാളെ പറഞ്ഞു വിടാം. ഒരിക്കലും അവിടുന്ന് തിരിച്ചുവിടപ്പെടില്ല. അല്ലെങ്കിൽ ഒരാൾക്ക് ധ്യാനം കഴിഞ്ഞാലും ഒക്കെ അവിടെ തന്നെ നിൽക്കണമെങ്കിൽ അച്ഛനെ പോയി കണ്ടാൽ. അപ്പോൾ ഞങ്ങൾ കുറച്ചു മുമ്പ് സംസാരിച്ചപ്പോൾ പോലും പറയായിരുന്നു, നിയമത്തിൻ്റെ ഒക്കെ അപ്പുറത്ത് കരുണ കാണിക്കുന്ന ഒരാത്മാവ് പോലും നഷ്ടപ്പെടുന്ന ആഗ്രഹിക്കുന്ന വിധത്തിലുള്ളൊരു പ്രവൃത്തി. അത്തരം ഒരു അച്ഛൻ്റെ ഒരു ഇത് അച്ഛനെ പ്രചോദിപ്പിക്കുന്നത് എന്താണെന്ന് ഒന്ന് ഷെയർ ചെയ്യാമോ അച്ഛൻ? വചനം ഓരോ വ്യക്തിക്കും ആവശ്യമായത് ദൈവവചനമാണ്, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകമാണ്. യേശു തൻ്റെ കുരിശുമരണത്തിലൂടെ നേടിയ ആ രക്ഷാകര കൃപയാണ് ഒരു വ്യക്തിക്ക് ആവശ്യമായിട്ടുള്ളത്. അത് വിതരണം ചെയ്യുവാനായിട്ടാണ് പൗരോഹിത്യ വിളിയിലൂടെ നമ്മളെല്ലാവരെയും വിളിച്ചിരിക്കുന്നത്. ക്രിസ്തീയ വിശ്വാസത്തിലൂടെയും മാമോദിസായിലൂടെയെല്ലാം നമുക്ക് കിട്ടിയിരിക്കുന്ന വിളി അതാണ്. ഈശോയുടെ രക്ഷ മറ്റുള്ളവർക്ക് വിളമ്പുക എന്നതാണ്. അപ്പോൾ ആ ദൗത്യത്തിനുമുള്ള കമ്മിറ്റ്മെൻറ്റിലാണ് നമ്മളെല്ലാവരും നിൽക്കുന്നത്. അതുകൊണ്ട് ഓരോ വ്യക്തിയെ കാണുമ്പോഴും നമ്മൾ ഓർക്കേണ്ടത് ഈ വ്യക്തിക്ക് വേണ്ടത് ഈശോയെ തന്നെയാണ്, ഈശോയുടെ രക്ഷയാണ് ആവശ്യമായിട്ടുള്ളത് എന്ന ബോധ്യം നമുക്കുണ്ടാകുക. ഒരുപക്ഷെ അവർ പറയുന്നത് രോഗത്തെക്കുറിച്ചായിരിക്കാം, അവർ പറയുന്നത് സാമ്പത്തിക ബുദ്ധിമുട്ടുകളെക്കുറിച്ചായിരിക്കും, പക്ഷേ അവർക്ക് വേണ്ടത് യേശുക്രിസ്തുവിനെയാണ്. താങ്ക് യു അച്ഛാ. കാരണം ഞാൻ വീണ്ടും അച്ഛനിലേക്ക് വരാം. കാരണം എത്ര കൃത്യമായിട്ടാണ് അച്ഛൻ പറയുന്നത്. ആളുകൾ ഒരുപക്ഷെ ഒരു ധ്യാന കേന്ദ്രത്തിലേക്ക് എത്തുന്നത് അവരുടെ ധാരാളം വ്യക്തിപരമായ ആവശ്യങ്ങളുമായിട്ടായിരിക്കാം.
പക്ഷേ ശുശ്രൂഷകരായ നമ്മളെ സംബന്ധിച്ചിടത്തോളം കൃത്യതയുണ്ടാകേണ്ടത്, അവർക്ക് ലഭ്യമാക്കേണ്ടത് യേശുക്രിസ്തുവിനെയാണ്. ക്രിസ്തുവിലൂടെ സാധ്യമാകുന്ന രക്ഷയുടെ അനുഭവത്തിലേക്കാണ് അവരെ കൊണ്ടുപോകേണ്ടത്. ഞാൻ ജെയിംസ് ഊട്ടി ബ്രദറിനോട് ആണ് ഇപ്പോൾ ഒന്ന് ചോദിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. ജെയിംസ് ഊട്ടി ബ്രദറിൻ്റെ ഒരു ജീവിതം ഞാൻ സൂചിപ്പിച്ചതുപോലെ വർഷങ്ങളായി കൺസിസ്റ്റൻ്റായി ഒരു അൽമായനായ ഒരാൾ, ഇപ്പോൾ തൊടുപുഴയിലാണ് താമസം, വളരെ വളരെ കൃത്യതയോടെ ഈ ഒരു ശുശ്രൂഷ രംഗത്ത് നിലനിൽക്കാൻ സാധിക്കുന്നു. ആ നവീകരണത്തിൻ്റെ അനുഭവം ഒന്ന് പങ്കുവയ്ക്കാമോ? ഞാൻ ആദ്യമായി ധ്യാനം കൂടുന്നത് അന്ന് ധ്യാന കേന്ദ്രങ്ങളൊന്നും ആയിട്ടില്ല. വളരെ ചെറുപ്പത്തിൽ ഇങ്ങനെ ഒരു ധ്യാനം കൂടാൻ ഇടവന്നു. അത് അന്ന് ഞാൻ താമസിച്ചിരുന്നത് ചമ്പക്കുളമാണ്. അതുകൊണ്ടാണ് ഈ ചമ്പക്കുളം എന്ന് അറിയപ്പെടുന്നത്. പക്ഷേ ഞാൻ താമസം ഇപ്പോൾ തൊടുപുഴയായിട്ട് 35 കൊല്ലമായി. അപ്പോൾ ഈ അറിയപ്പെടുന്നത് ചമ്പക്കുളം എന്ന ജനിച്ചു വളർന്ന നാടായതുകൊണ്ടാണ്. അവിടെ ഞങ്ങളുടെ പള്ളിയിലെ ഒരു കൊച്ചച്ഛൻ ജോൺ ബി തടത്തിൽ എന്ന് പറയും, യുവദീപ്തിക്ക് വേണ്ടി ഒരു ധ്യാനം നടത്തി. വളരെ നിർബന്ധിച്ച് എന്നെ ആ ധ്യാനത്തിൽ പങ്കെടുപ്പിച്ചുകൊണ്ട് 50 പേരോ 40 പേരോ എന്തോ ഉണ്ട്. രാവിലെ വന്ന് വൈകുന്നേരം വീട്ടിൽ പോകുന്നു. 3 ദിവസം ധ്യാനം കൂടി. വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടല്ല. പക്ഷേ എൻ്റെ കൂടെ ഇരുന്നവർക്കുണ്ടായ മാറ്റം കണ്ടപ്പം എനിക്ക് എന്തോ മാനസാന്തരം ഉണ്ടായി. ഞാൻ ഇന്നലെ കുമ്പസാരമൊക്കെ കഴിഞ്ഞു. അന്നെനിക്ക് ആദ്യമായിട്ട് എനിക്ക് തോന്നുന്നു, എനിക്ക് കണ്ണാടി ഉപയോഗിക്കുമായിരുന്നു, ഡബിൾ വിഷൻ. അപ്പോൾ ധ്യാന സമയത്ത് എൻ്റെ തലയെ കൈവച്ച് ഇങ്ങനെ അഭിഷേക പ്രാർത്ഥന നടത്തി കഴിഞ്ഞപ്പോൾ ഈ കണ്ണാടി എടുത്ത് മാറ്റിയപ്പോൾ എനിക്ക് കാഴ്ച ലഭിച്ചു. അതായിരുന്നു. പിന്നെ കണ്ണാടി ഇതേവരെ ഉപയോഗിക്കേണ്ടി വന്നിട്ടില്ലെന്ന് തന്നെയല്ല, ഇപ്പോൾ എല്ലാവരേക്കാൾ കൂടുതലായിട്ട് എനിക്ക് കാഴ്ചയുണ്ട്. വായിക്കാൻ കണ്ണാടി ഉപയോഗിക്കേണ്ട എന്നുള്ളതാണ്. അപ്പോൾ അന്ന് കർത്താവ് തന്ന സൗഖ്യം അത് പൂർണ്ണമാണ്. അതിനുശേഷം ഞങ്ങളുടെ അടുത്ത് കുമരകം എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു ധ്യാനം നായിക്കമ്പുറച്ച് നടത്തുന്നു. അന്ന് നായിക്കമ്പുറച്ച് ചെറുപ്പമാണ്. അപ്പോൾ അവിടെ എൻ്റെ അച്ഛൻ്റെ കൂട്ടുകാരൻ അച്ഛൻ പറഞ്ഞ് അവിടെ കൊണ്ടുവന്ന ഏറ്റവും വലിയ സൗഖ്യം ഇതൊക്കെയാണ്. അവിടെ ആദ്യത്തെ ധ്യാനം കൂടുന്നത് ബഹുമാനപ്പെട്ട അബ്രഹാം പള്ളിമാതക്കൽ അച്ഛനും മരിച്ചുപോയ നമ്മുടെ എ മാത്യു സാറും കൂടെയായിരുന്നു. അതിനുശേഷം അവിടെ എന്നെ വിളിച്ചു ചെന്നു. എന്നോട് ഈ അനുഭവം ഒന്ന് പറയാൻ പറഞ്ഞ് പേടിയായിരുന്നു. 10 മിനിറ്റ് പറഞ്ഞു. അത് കഴിഞ്ഞ് നായികമുറച്ച് എന്നോട് പറഞ്ഞു, അടുത്ത ആഴ്ച വേറെ പണിയൊന്നും ഇല്ലല്ലോ, എറണാകുളത്തെ പച്ചാളം വരെ വരണം. അങ്ങനെ ഞാൻ പിറ്റേ ആഴ്ച പച്ചാളം ആശ്രമത്തിൽ ചെന്ന്, വിൻഷ്യസ് ആശ്രമത്തിൽ ആദ്യമായിട്ടാണ് അവിടെയൊക്കെ ചെല്ലുന്നത്. അപ്പോൾ നായികമുറച്ചനെ കണ്ടു. അച്ഛൻ പറഞ്ഞു, ഇവിടെ ഡോൺ ബോസ്കോ എന്ന് പറഞ്ഞ പള്ളിയിൽ ഒരു ധ്യാനം നടക്കുന്നുണ്ട്, ആ ധ്യാനത്തിൽ സാക്ഷ്യം പറയണം, പിന്നെ 5 ദിവസം ഈ ആശ്രമത്തിലെ ഗസ്റ്റ് റൂമിൽ താമസിക്കാം, ഞാൻ ഒരച്ഛനെ കൂടെ വിളിച്ചുകൊണ്ട് വരാം എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് വന്നയാളാണ് ഈ ഇരിക്കുന്ന പനക്കലച്ചൻ. അപ്പോൾ അന്ന് ഞങ്ങൾ 3 പേരും കൂടെ പ്രാർത്ഥിച്ചു. അതിനുശേഷം കൺവെൻഷൻ സ്ഥലത്തേക്ക്, ധ്യാനം നടക്കുന്ന സ്ഥലത്തേക്ക് പോയി. എന്നോട് പനക്കലച്ചൻ പറഞ്ഞു ആദ്യം തന്നെ ഒരു ക്ലാസ് എടുക്കാൻ. എനിക്ക് ഭയങ്കര പേടിയായി. ഞാൻ പറഞ്ഞു, ഞാൻ വീട്ടിൽ പോകും, എനിക്ക് അവിടെ ഇരിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അത് കഴിഞ്ഞ് സാക്ഷ്യം പറഞ്ഞു. പിറ്റേ ദിവസം ആയപ്പം പനക്കലച്ചൻ രാത്രി എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, കുറച്ച് വചനം പറയണം. അപ്പം ഞാൻ പറഞ്ഞു, എനിക്കറിയില്ല. അപ്പോൾ പറഞ്ഞ്, അന്ന് എഴുതിയെടുത്ത വചനം ഉണ്ടല്ലോ ധ്യാനത്തിന്, അതങ്ങ് പറഞ്ഞാൽ മതി. ഞാൻ പറഞ്ഞു, അന്ന് എഴുതിയെടുത്തില്ലെന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛൻ പറഞ്ഞു, ഞാൻ കുറേ വചനം എഴുതിത്തരാം. അപ്പം ഞാൻ പറഞ്ഞു, അത് അച്ഛൻ പറഞ്ഞാൽ പോരെ. അന്ന് അച്ഛൻ പറഞ്ഞ വാക്യതാണ്, ഞങ്ങൾ പ്രസംഗിച്ചാൽ അത് ഞങ്ങളുടെ കടമയാണ്. ഒരൽമയൻ വചനം പറഞ്ഞാൽ അത് ജനത്തിന് മാനസാന്തരമുണ്ടാകും. അങ്ങനെ അച്ഛൻ കോട്ടയം ആശ്രമത്തിലേക്ക് വന്നു കഴിഞ്ഞ് ആദ്യം ഒരു 42 പേരുടെ ധ്യാനമാണ്. ആ ധ്യാനത്തിൽ എന്നെ അച്ഛൻ വിളിച്ചു. അവിടെ തുടങ്ങി. ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ അന്ന് മുതൽ, ഇവിടെ എത്തുന്നതിന് മുമ്പ് ഞങ്ങൾ 2 പേരും കൂടെ, അച്ഛൻ ഇങ്ങനെ ഇരിക്കുന്നു, വലിയ ധ്യാന കേന്ദ്രം ഒക്കെ ആണെങ്കിലും ഞങ്ങൾ 2 പേരും കൂടെ സൈക്കിളിൽ ധ്യാനിപ്പിക്കാൻ പോയിട്ടുണ്ട്. സൈക്കിളിൻ്റെ മുന്നിലെ പാവം അച്ഛനിരിക്കും, ഞാൻ ചവിട്ടും. ഇടവപ്പള്ളി ധ്യാനം കഴിഞ്ഞിട്ട് തിരിച്ചു വരും. ഒരിക്കൽ വന്ന കൂട്ടത്തിൽ ഞങ്ങൾ 2 പേരും കൂടെ വീണു. അച്ഛൻ്റെ താടിയൊക്കെ പൊട്ടി. എന്നിട്ടും ആ സൈക്കിളിൽ അച്ഛൻ കയറി. പക്ഷേ ഇപ്പോൾ പറയുമ്പോൾ എനിക്ക് സങ്കടമുള്ളൊരു കാര്യം, ഇതൊരു ഓട്ട് കമ്പനിയാണ്, നിങ്ങൾ വിചാരിക്കുന്ന ആളല്ല അച്ഛൻ. അപ്പോൾ അത് എൻ്റെ ജീവിതത്തിൽ ഒത്തിരി മാറ്റം വരുത്തിയിട്ടുണ്ട്.
ജെയിംസ് കുട്ടി ബ്രദർ ആദ്യം ഞങ്ങൾ തമ്മിലൊരു വളരെ ഇൻഫോർമൽ കാഷ്വൽ കോൺവെർസേഷനിൽ ഈ സൈക്കിളിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ എനിക്ക് പനക്കലച്ചനോട് സ്വകാര്യമായിട്ട് ചോദിക്കണമെന്നുണ്ടായിരുന്നു, ഇത് സത്യമാണോ എന്ന്. അത്ര എളുപ്പമുള്ള കാര്യമല്ല ഒരച്ഛൻ ഒരു അൽമായൻ്റെ സൈക്കിളിൻ്റെ ഫ്രണ്ടിലെ ആ ഇതേലിരുന്ന് പോവാന്ന് പറയണത്. അതുകൊണ്ടാണ് ജെയിംസ് കുട്ടി ബ്രദർ പറയുമ്പോൾ പോലും കരയണേ. ഇനി പറയാൻ പറ്റുന്ന കാര്യം എന്നാന്ന് എനിക്കറിയാം. അതല്ല പറയാൻ പോകുന്നത്, അതല്ല. അല്ല, എനിക്കറിയാം. ഇവിടെ വലിയ തിരക്കുള്ള ആഴ്ച. അപ്പോൾ ഇവിടെ ഞങ്ങൾ പനക്കലച്ചനും നായിക്കമ്പറച്ചനും ഞാനും ഞങ്ങളാണ് മെയിനായിട്ട് ഇവിടെ ഉള്ളത്. അല്ലാത്തവരൊക്കെ വന്നു പോകും. ഇതൊരു ഓട്ട് കമ്പനിയാണ്. അപ്പോൾ ആ ഭാഗത്ത് ഓട്ട് കമ്പനിയിൽ 3 ക്യാബിനുണ്ട്, പകുതി വരെ മറച്ചത്. ഒന്നിൽ തീപ്പെട്ടി പോലൊരു കട്ടിലുണ്ട്, അത് ഈ പണിക്ക് വയ്ക്കാൻ കിടക്കും. അടുത്ത മുറിയിൽ വേറൊരു അച്ഛനുണ്ട്, ഒരു പ്രായമുള്ള അച്ഛനാണ്, ഈ വിൻസെൻഷൻ അച്ഛനല്ല. തൊട്ടടുത്ത മുറിയിൽ ഞാനാണ്. ഇവിടെ കിടക്കാനൊന്നും സ്ഥലമില്ല. അപ്പോൾ അച്ഛൻ്റെ അടുത്ത് വന്ന ആളുകൾ മുറി തരണമെന്ന് പറഞ്ഞ് ബഹളം ഉണ്ടാക്കുക. അച്ഛനെ ഒരാൾ മുറിയില്ലേ വീട്ടിൽ പോകുമെന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛൻ്റെ മുറി തുറന്നു കൊടുത്തിട്ട് ഇതിനകത്ത് കിടന്നോളാൻ പറഞ്ഞു. അങ്ങേയറ്റത്തെ മുറിയിൽ നമ്മുടെ പാട്ടുകാരെല്ലാം കിടപ്പുണ്ട്. അപ്പോൾ ആൻ്റണി ഫെർണാണ്ടസ് രാവിലെ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ജെയിംസ് കുട്ടി ബ്രദറെ, പനക്കലച്ചൻ ഒരു വിശുദ്ധനാണ്. എൻ്റെ കാരണം പറയും. കാരണം അച്ഛൻ ആ ഒരു സ്ഥലത്ത് ചെറിയൊരു ഇതിൽ അച്ഛൻ വളഞ്ഞുകൂടി ഒരു ചെറിയ സ്ഥലത്ത് കിടക്കുന്ന കണ്ടിട്ടില്ല. അതല്ല, ഇവിടെ വേസ്റ്റ് ഉള്ള ഈ 2 ടയർ കട്ടിൽ കിടപ്പുണ്ട്. അതിനിടയിൽ നിന്ന് ഒരു കമ്പിളി പുതപ്പ് എടുത്ത് എഴുന്നേറ്റ് വരുന്നു. അവന് മുറി കൊടുത്തിട്ട് അച്ഛൻ അവിടെ കിടക്കുക. രാവിലെ കോമൺ ബാത്റൂമിൽ പോയി കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് തിരിച്ചു വന്നു. സ്റ്റേജിൽ കയറി. ഞങ്ങൾക്ക് സങ്കടം, ഞങ്ങളെല്ലാം നല്ല മുറി കിടക്കുന്നു. ഞാൻ വീണ്ടും ജെയിംസ് കുട്ടി ബ്രദറിലേക്ക് വരാം. ഇത് പറയുമ്പോൾ കൃത്യമായ ഒരു കാര്യം നമുക്ക് മനസ്സിലാകുന്നത്, നവീകരണവും ജീവിതവും പ്രസംഗങ്ങൾ മാത്രമല്ല, അല്ലെങ്കിൽ കൺവെൻഷനുകൾ മാത്രമല്ല. തീർച്ചയായിട്ടും അതെല്ലാം പ്രധാനപ്പെട്ടതാണ്. വ്യക്തി ജീവിതങ്ങളുടെ സ്വാധീനങ്ങളിലൂടെയാണ് നമ്മളിൽ ധാരാളം ആളുകൾക്ക് മാനസാന്തരം ഉണ്ടായിട്ടുള്ളത്. നമുക്കെല്ലാവർക്കും ഒരു വെല്ലുവിളിയും മാതൃകയും കൂടിയാണ് ഈശോയെ ജീവിതത്തിൽ ധരിക്കുക, ഈശോയെ ജീവിതത്തിൽ പ്രതിഫലിപ്പിക്കുക. അതാണ് പനക്കലച്ചൻ്റെ ഈ ഒരു ചെറിയ കാര്യം മാത്രമാണ് നമ്മൾ കേട്ടിട്ടുള്ളൂ. ഒരു വലിയ ഇതിനൊരു ചെറിയ ടിപ്പ് മാത്രമാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. ഞാൻ വീണ്ടും ജെയിംസ് കുട്ടി ബ്രദറിലേക്ക് തിരിച്ചു വരാം. ഞാൻ തങ്കച്ചായനെ ഒന്ന് സ്നേഹപൂർവ്വം തങ്കച്ചായനോട് ചോദിക്കുകയാണ്. ഞാൻ മുമ്പ് ഇൻട്രൊഡക്ഷൻ പറഞ്ഞതുകൊണ്ട് ഞാൻ നീട്ടുന്നില്ല. വി അഗസ്റ്റിൻ അറിയുന്നവരിപ്പെടുന്ന തങ്കച്ചായൻ ആദ്യം ഒരു തീപ്പെട്ടി കമ്പനിയിൽ ജോലിക്കാരനാകുന്നു, പിന്നീട് ഗവൺമെൻറ് സർവീസിൽ വരുന്നു. തങ്കച്ചായൻ തന്നെ തങ്കച്ചായൻ്റെ നവീകരണ ജീവിതത്തിൻ്റെ ഒരു അനുഭവം ഒന്ന് പറഞ്ഞു കൊടുക്കട്ടെ. ഞാൻ എൻ്റെ ഇടവകയിൽ അറിയപ്പെടുന്ന ഒരു ഭക്തനായിരുന്നല്ല. എന്ന് പറഞ്ഞാൽ ദിവസവും പള്ളി പോവുക, പള്ളിയിൽ ഏത് പരിപാടി ഉണ്ടെങ്കിലും മുൻപന്തി നിൽക്കുക, ജപമാല മാസം ആരംഭിച്ചു കഴിഞ്ഞാൽ ചുറ്റുമുള്ള വീടുകളിലെ ചിരട്ട കെട്ടി അവരെ ഉണർത്തും. വെളുപ്പിന് 5 മണിക്ക് ജപമാലയുണ്ട് അതിന് പോകാൻ വേണ്ടി. അങ്ങനെയൊക്കെ ചെയ്തിരുന്ന ആൾ, നല്ല ഭക്തൻ. പക്ഷേ എൻ്റെ ഇടയ്ക്ക് ഫ്രാൻസിസ്കൻ ആദർശനം നിങ്ങളുടെ പുസ്തകം വായിച്ചു. അതെന്നെ വല്ലാതെ സ്വാധീനിച്ചു. ഈ ചെയ്യുന്നതൊക്കെ ആണോ, വേറെ എന്തൊക്കെ വേണ്ടേ? ഫ്രാൻസിസ് അസിസിയുടെ ജീവിതത്തിലെ പല കാര്യങ്ങളും എന്നെ സ്പർശിച്ചു. അതെന്നെ അസ്വസ്ഥമാക്കിക്കൊണ്ടിരിക്കുന്ന കാലയളവിലാണ് ഞാൻ 82 ധ്യാനം കൂടാൻ പോയത്. അതുവരെ എനിക്ക് കരിസ്മാറ്റിക് അത്ര ഇഷ്ടമല്ലായിരുന്നു. പലരും ധ്യാനം കൂടി വരുന്നവരെയൊക്കെ ഞാൻ ഒരു സ്റ്റുഡിയോയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ ചങ്ങനാശ്ശേരിയിലെ ആദ്യത്തെ കൺവെൻഷൻ നായിക്കമ്പറമ്പലച്ചനൊക്കെ ഉണ്ടായിരുന്നു. അവർ കൺവെൻഷൻ കഴിഞ്ഞ് യുവജനങ്ങൾ വരുമ്പോഴേ പ്രൈസ്തലോടെന്ന് അവരോട് പറയും. അവർ വിചാരിക്കും ഞാനും അവിടെ ധ്യാനം കൂടിയിട്ടെന്ന്. അവരടുത്ത് വന്നു കഴിയുമ്പോൾ ഞാൻ ബൈബിൾ കൊണ്ടു നടക്കുന്ന ആളാണ്. 5 പ്രാവശ്യം ബൈബിൾ വായിച്ചിട്ടാണ് ധ്യാനം കൂടുന്നതിന് മുമ്പ്. അതുകൊണ്ട് ഞാൻ ബൈബിൾ തുറന്നിട്ട് പറയും, ഈ ഇങ്ങനെ മാതാവ് പ്രാർത്ഥിക്കുന്ന കണ്ടില്ല, കൈ കൂപ്പി പിടിച്ചാൽ നമുക്ക് ഈ പെന്തക്കോസുകാരെ പോലെ കൈയടിക്കുന്നത് എന്തിനാണ്, കൈ ഉയർത്തുന്നത് എന്തിനാണെന്ന് എന്നൊക്കെ പറഞ്ഞ് അവന്മാർക്ക് കിട്ടിയ രൂപയൊക്കെ കളയും. അങ്ങനെയാണ് പരിപാടി. പക്ഷേ ഞാൻ ധ്യാനം കൂടാൻ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, പരിശുദ്ധാത്മാവ് സഭയിൽ പ്രവർത്തിക്കാൻ തുടങ്ങി. പിന്നെ സഭയെ എനിക്ക് വലിയൊരു ഇപ്പോഴും അപ്പോഴും സഭയാണ് എൻ്റെ ജീവിതത്തിലെ പ്രധാന ലക്ഷ്യം, സഭയുടെ നവീകരണം. അതായത് അത് പറയാൻ കാരണം ഞാനൊരു ഈശോസഭ വൈദികനാകാൻ ആഗ്രഹിച്ച ആളാണ്. അതിനെനിക്ക് സാധിച്ചില്ല, എന്നെ എടുത്തില്ല അവിടെ വേറെ ചില കാരണങ്ങളാൽ. ഇപ്പോൾ എല്ലാം പറയാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ചുരുക്കുക. അത് കഴിഞ്ഞ് ഞാൻ രൂപതയിൽ ചെന്നു. അവിടെയും എൻ്റെ അപ്പച്ചനുമായിട്ട് അത്ര രസമില്ലാത്തൊരു അച്ഛനാണ് അവിടെ ഇരുന്നത്. വിളിച്ചേക്കാമെന്ന് പറഞ്ഞു, വിളിച്ചിട്ടില്ല, എന്നെ ഇതുവരെ വിളിച്ചില്ല. അത് കഴിഞ്ഞപ്പോൾ
6 മാസത്തോളം ഞാൻ പ്രാർത്ഥിച്ചും കരഞ്ഞും ഒക്കെ പള്ളിയിൽ പോയിരുന്ന എല്ലാ ദിവസവും മാതാവിൻ്റെ അടുത്ത് പോയിരുന്നുണ്ട്, കരയും. ഞാൻ 72 ലീജൻ ഓഫ് മേരിയിൽ ചേർന്ന ആളാണ്. അതുകൊണ്ട് ലീജൻ ഓഫ് മേരിയുടെ ആപ്തവാക്യമായ ലോകത്തിനും അതിൻ്റെ നശീകരണ ശക്തികൾക്കുമെതിരായി തിരുസഭ നടത്തുന്ന സമരത്തിൽ നിസ്വാർത്ഥമായ സേവനം ചെയ്യുവാൻ സ്വയം സമർപ്പിതനായ ഒരു അൽമയൻ എന്നതാണ് ലീജൻ ഓഫ് മേരിയുടെ ലക്ഷ്യം. ഇവിടെയുള്ളവർക്കറിയാം, ചില ലീജൻകാർക്കറിയാം. അതിൻ്റെ ഉദ്ദേശം അതാണ്. ആ വാക്യം എൻ്റെ ഉള്ളിൽ നിന്ന് വരികയും മാതാവ് എന്നെ അതങ്ങ് അംഗീകരിപ്പിച്ചതുപോലെയും ഒക്കെ എനിക്ക് തോന്നി. പിന്നീട് ഞാൻ ഒരു മെഷീനെ കൊണ്ടുപോകാമെന്നൊക്കെ പറഞ്ഞു വടക്കേൽ പിതാവ് വന്നപ്പോൾ. പക്ഷേ പിതാവ് പറഞ്ഞ് ഏതായാലും ഇപ്പോൾ വേണ്ട, കാരണം അമ്മച്ചിയും അപ്പച്ചനും അത് ഇഷ്ടപ്പെടുന്നില്ല. അമ്മച്ചിയുടെ പിതാവുമായിട്ട് ഒന്നിച്ച് പഠിച്ചവരാ. അപ്പോൾ അമ്മച്ചി എന്ന് പിതാവിനോട് പറഞ്ഞു അവൻ ഇത്തിരി വലുതായിട്ട് കൊണ്ടുപോയിക്കൊള്ളാൻ പറഞ്ഞു. അങ്ങനെ അതും ഉപേക്ഷിച്ചപ്പോൾ ഈ ചോദ്യം പിന്നെ ലോകത്തിനും അതിൻ്റെ നശീകരണ ശക്തികൾക്കുമെതിരായി തിരുസഭ നടത്തുന്ന സമരത്തിൽ നിസ്വാർത്ഥമായ സേവനം ചെയ്യുക, അതിന് സ്വയം സമർപ്പിതനായ ഒരു അൽമയൻ. അവസാനം എനിക്ക് തോന്നി ഒരു ഏകസ്ഥനായി ജീവിക്കാനാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. ഏതായാലും എനിക്കൊരു സന്യാസ സ്പിരിച്വാലിറ്റി ഉണ്ട് എന്നതിന് എനിക്ക് യാതൊരു സംശയമില്ല. ഞാനുടനെ അമ്മച്ചിയോടും അപ്പച്ചനോടും പറഞ്ഞു, എന്നോട് ആരും കല്യാണം കഴിക്കാൻ പറയരുത്, ഞാനൊരു നിത്യബ്രഹ്മചാരിയായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നു, എന്നെ സന്യാസ സഭകൾക്ക് എടുക്കാഞ്ഞതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് ജീവിച്ചുകൊള്ളാം, നിങ്ങൾ അത് പറയരുത്. രണ്ടാമത്തെ കാര്യം, എൻ്റെ പിള്ളേർ പഠിച്ച് കല്യാണം കഴിപ്പിക്കുന്നവരെയോ പഠിച്ചു വരുന്നവരെയൊക്കെ വീട്ടിലെ സാമ്പത്തിക സ്ഥിതിയാണ് എന്നെ മിഷന് വിടാൻ നിങ്ങൾക്ക് തടസ്സമെങ്കിൽ ഞാൻ സാമ്പത്തിക കാര്യങ്ങളെല്ലാം ഇവിടെ ക്രമീകരിച്ച ശേഷം എൻ്റെ ഫുൾ ടൈം സമർപ്പണം സുവിശേഷത്തിന് വേണ്ടിയും സഭയ്ക്ക് വേണ്ടിയും ആയിരിക്കുമെന്ന് പറഞ്ഞു. അത് ധ്യാനം കൂടിക്കൊണ്ടിരുന്നപ്പോഴേ എനിക്ക് കിട്ടിയ മെസ്സേജ്, ഞാൻ കുമ്പസാരിച്ചില്ല. 3-ാം ദിവസം എല്ലാവരും കുമ്പസാരിച്ചു. 29 പേരുണ്ടായിരുന്നു ധ്യാനം കൂടാൻ. അവർ ആലപ്പുഴ മാർക്കറ്റ് വാറിലെ തല്ലിപ്പൊളി പിള്ളേരാ. അവന്മാരെല്ലാം ചോദിച്ചു, എടാ ഭക്ത, നീ എന്തിനാണ് ധ്യാനം കൂടാൻ വന്നത്? ഞങ്ങളിത് പാപികൾക്കുള്ള ധ്യാനമാണ്. ഞാൻ പറയും ഇത് എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടി വന്നതാണെന്ന് പറഞ്ഞു. അങ്ങനെ ധ്യാനം കൂടിക്കൊണ്ടിരിക്കുമ്പോൾ ഇവരെല്ലാവരും കുമ്പസാരിച്ചു. അച്ഛനെ വിളിപ്പിച്ചു, എന്താണ് നീ കുമ്പസാരിക്കത്ത്? അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ 15 ദിവസത്തിലേക്ക് കുമ്പസാരിക്കാറുള്ളൂ. എല്ലാ ദിവസവും കുർബാന സ്വീകരിക്കും, എല്ലാ ദിവസവും ബൈബിൾ വായിക്കും, എല്ലാ ദിവസവും വിശുദ്ധരുടെ പുസ്തകം വായിക്കും. അച്ഛൻ ഞാനൊരു വിശുദ്ധനാകാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ്. അപ്പോൾ അച്ഛൻ പറഞ്ഞു, കൊള്ളാം, 3 ദിവസം വചനം കേട്ടിട്ട് നിനക്ക് കുമ്പസാരിക്കാൻ തോന്നിയില്ലെങ്കിൽ എൻ്റെ വിശുദ്ധി അത്ര ശരിയല്ല, നീ പെട്ടിയെടുത്ത് പൊക്കോളാൻ പറഞ്ഞു, നീ വരണ്ട പൊക്കോളാൻ പറഞ്ഞു. ഞാൻ ചെന്ന് പെട്ടി ബോക്സ് എടുത്തുകൊണ്ട് വന്നപ്പോൾ അച്ഛൻ പറഞ്ഞ്, എടോ എനിക്ക് അല്പം പ്രഷറൊക്കെ ഉള്ളതാണ്, ദേഷ്യം വന്നിട്ട് പറഞ്ഞതാണ്, താൻ പൊയ്ക്കോളാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ തിരിച്ചു പോയി പയ്യമ്പള്ളി അച്ഛനെ കാണാൻ പറഞ്ഞു. ആ അച്ഛനെ കണ്ട് അച്ഛൻ പറഞ്ഞു, മകനെ, വ്യക്തിപരമായി യേശു നിനക്ക് വേണ്ടിയാണ് മരിച്ചതെന്ന് നീ എല്ലാവരോടും പറഞ്ഞു കൊടുക്കും, പക്ഷെ നിൻ്റെ ഹൃദയം അംഗീകരിച്ചിട്ടുണ്ടോ ആ സത്യം? അതെന്നെ ടച്ച് ചെയ്തു. അതും ഞാൻ ആലപ്പുഴ കൈതവനപ്പള്ളിയിലാണ് ധ്യാനം കൂടിയതല്ലേ, ഓർക്കുന്നുണ്ടോ? ബ്രദറെ ധ്യാനിപ്പിച്ച്. അപ്പോൾ ആ കൈതവന പള്ളിയിൽ പോയി കുരിശുരൂപത്തെന്തോ നോക്കിയിരുന്നുകൊണ്ട് 1.5 മണിക്കൂറോളം ഇരുന്ന് കരഞ്ഞു. എനിക്ക് എങ്ങനെയെങ്കിലും ഹൃദയത്തിൽ നിന്നും അന്നത്തെ പോലെ ഇന്നത്തതുപോലെ ഫീൽ ചെയ്യണം, ഇന്ന് നടന്നതുപോലെ ഫീൽ ചെയ്യണം, അങ്ങനെ കുരിശിൽ മരണം. അത് അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ കർത്താവിൻ്റെ ഹൃദയം ഞാൻ കണ്ടു. ആ ഹൃദയത്തിനൊരു മുറിവ്, ആ മുറിവിനകത്തൊരു കൊച്ചു മനുഷ്യൻ നിൽക്കുന്നു. കർത്താവിനോട് പറഞ്ഞു, നിൻ്റെ ആത്മീയ അഹന്ത എന്നെ ഇപ്പോഴും എൻ്റെ ഹൃദയത്തെ മുറിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ആ ഒരു അനുഭവത്തിന് ശേഷം എനിക്ക് ഭയങ്കരമായൊരു സന്തോഷം യേശുവിനെക്കുറിച്ചും യേശുവിൻ്റെ മുറിവിനെക്കുറിച്ചും ഒക്കെ. അത് കഴിഞ്ഞ് പരിശുദ്ധാത്മാവിനെക്കുറിച്ച് കേട്ടു. അപ്പോഴേ ഞാൻ ഓടിപ്പോയി കുമ്പസാരിച്ചു. 1.5 മണിക്കൂർ നീണ്ടൊരു കുമ്പസാരമായിരുന്നു എൻ്റെത്. കാരണം ഞാൻ ഒരിക്കലും പാപമായി കണ്ട് പറഞ്ഞിട്ടില്ല. കാറ്റഗിസം ക്ലാസ്സിൽ പഠിച്ച പാപങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് പാവങ്ങളൊക്കെ പറഞ്ഞ് കുമ്പസാരിച്ച് കഴിഞ്ഞ് പരിശുദ്ധാത്മാവിനെക്കുറിച്ച് കേട്ട് ഞാനവിടെ നിന്ന് ഇറങ്ങുന്നത് ഈ ഉള്ളിലൊരു ആനന്ദം എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷം. ഹൃദയത്തിൽ അഗ്നി കിടന്ന് ജ്വലിക്കുന്ന പോലെ. ഞാൻ ഇടുക്കിയിലേക്ക് പോവുക. അവിടെ പോകുമ്പോൾ ബസ്സിന് സ്പീഡ് പോരാഞ്ഞിട്ട് ഞാൻ കമ്പിയെ പിടിച്ചൊക്കെ തിരിക്കുന്നുണ്ട്. എങ്ങനെയെങ്കിലും ഇത് ഇടുക്കി ചെന്ന് അവിടെയൊക്കെ എത്തിക്കണം. ഈ നല്ല കാര്യം പ്രിയമുള്ളവരെ, ആദ്യത്തെ ദിവസം തന്നെ അടുത്ത് കാണുന്ന കത്തീഡ്രൽ പള്ളി, അവിടെ നിന്ന് ഫൊറോന പള്ളിയാണ്. ആ പള്ളിയിൽ പ്രദർശനമാണ്. പ്രദർശനം നടക്കുമ്പോൾ 50ഓളം ആൾക്കാരെ ബീഡി വലിച്ചുകൊണ്ട് പോകുന്നത് പ്രദർശനം ഇടയ്ക്ക് സന്ധ്യയാകും. അപ്പം ഞാൻ ഉടനെ പറഞ്ഞു, കർത്താവേ, ഇതെന്ത് പണിയാണ്? വിശ്വാസപ്രഘോഷണ യാഥ ഇതിൽ വീടി വലിച്ചുകൊണ്ട് പോകുന്നത്. അടുത്ത പ്രാവശ്യം ഞാൻ 60 പേരെ കൊണ്ട് ബൈബിളിൽ പിടിപ്പിച്ച് ഇതെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. അതുപോലെ പള്ളിയിൽ പാട്ട് കേട്ടപ്പോഴേ ബാൻഡ് സെറ്റുകാരുടെ പാട്ട്, പവാടപ്രായത്തിൽ നിന്നെ ഞാൻ കണ്ടപ്പോൾ, അതാണ് അവിടെ പാടുന്നത്. അതിനേക്കാളും ഹൃദയത്തിൽ വേദന. പരിശുദ്ധാത്മാവ് കടന്നു വരുമ്പോൾ അരുതാത്തത് കാണുമ്പോൾ ഉണ്ടാകുന്ന വേദന ഞാൻ അതിലൂടെ അനുഭവിച്ചു. ഞാൻ അവിടെ നിന്ന് ഗീവറിസിനോട് പറഞ്ഞു, അടുത്ത വർഷം 60 ബൈബിൾ കൊടുക്കാനുള്ള കൃപ തരണം, അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. ഇവിടെ ബാൻഡ് സെറ്റ് ഭക്തി ഗാനങ്ങളെ പാടാവും. അടുത്ത വർഷം വികാരിച്ചനോട് ചെയ്യുന്ന അനുവാദമൊക്കെ വാങ്ങിച്ചു. അച്ഛൻ പറഞ്ഞ് ആദ്യത്തെ കാര്യം നടക്കുമായിരിക്കും, രണ്ടാമത് ഭക്തിഗാനങ്ങൾ മാത്രം പാടുക എന്ന് പറഞ്ഞാൽ ഹൈറേഞ്ച്, ആലപ്പുഴയല്ല, ഇത് ഹൈറേഞ്ചാണ്, അവർക്ക് സന്തോഷിക്കാനുള്ള വകുപ്പാണ്. അച്ഛനൊന്ന് അനുവദിച്ചാൽ മതി, ഞാൻ പ്രസിഡന്റിൻ്റെ വീട്ടിൽ പോയി പറയാം. ആദ്യത്തെ ദിവസം ചെന്നപ്പോൾ അവർ പടലേക്ക് പിടിച്ച് തള്ളി വർത്തിട്ടേനാ. അത് കഴിഞ്ഞ് ഞാൻ 6 പ്രാവശ്യം പോയി അവരുടെ വീട്ടിൽ.
6 പ്രാവശ്യം വീട്ടിൽ ചെന്ന് ഭക്തി ഗാനങ്ങൾ തന്നെ പാടാൻ സമ്മതിപ്പിച്ചു. അങ്ങനെ ആ പ്രദക്ഷിണത്തിന് 60 പേര് ബൈബിൾ പഠിക്കാനായിട്ട് ആരെ കൊണ്ടൊന്ന് വെച്ചെന്ന് എനിക്കറിയില്ല. എൻ്റെ മുറിയിൽ 100 ബൈബിൾ കൊണ്ടൊന്ന് വെച്ചു. 100 ബൈബിൾ കൊണ്ടുവന്ന് വെച്ചപ്പോഴേ അതിൽ നിന്ന് 60 അവിടെ കൊടുത്ത് അവിടെ ആൾക്കാർ 60-70 മനുഷ്യരുണ്ട്. അച്ഛന്മാരൊക്കെ ചോദിച്ചു ഇതെന്ത് സംഭവിച്ചു ഇവിടെ? അതാ ലത്തിമ്പള്ളി തങ്കച്ചൻ്റെ പണിയാ. പാട്ടും മാറി, ഭക്തിഗാനങ്ങളായി മാറി. അതാണ് എൻ്റെ ആദ്യത്തെ സുവിശേഷ വേല. തങ്കച്ചായ, ഞാനൊന്ന് ഇടപെടുകയാണ്. ഒരു ചോദ്യം ഇരിക്കണ്ട, ഒരു ചോദ്യം കൂടി തങ്കച്ചായനോട്. പക്ഷെ അതിനു മുമ്പ് നമുക്ക് ഞങ്ങൾ ഇവിടെ ഇരിക്കുന്ന ബാക്കി എല്ലാ അൽമാരും കല്യാണം കഴിച്ച് മക്കളൊക്കെ ഉള്ളവരാണ് അല്ലേ? ഒരു ഏകസ്ഥ ജീവിതത്തിലൂടെ മുഴുവൻ സമയവും സഭയ്ക്കും കരിസ്മാറ്റിക് നവീകരണത്തിനും ഒക്കെ ആയിട്ട് സമ്മാനിച്ച ഈ ഏകസ്ഥന് വലിയൊരു കൈയടി നമ്മൾ കൊടുക്കണ്ടേ? പിന്നീട് ഞാനൊരു ചോദ്യത്തിലേക്ക് വരിക. കാരണം നിങ്ങൾക്കറിയാലോ, ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ഏറ്റവും വലിയ ഉസ്താദുക്കളാണ്. ഇവരുടെ അനുഭവങ്ങൾ ഇവിടെ പറഞ്ഞു തീർന്നാൽ നമുക്ക് ഈ മണിക്കൂറിലൊന്നും ഒതുങ്ങൂല. കേരളത്തിലെ കരിസ്മാറ്റിക് സംവിധാനങ്ങൾ സോണുകളായും സബ് സോണുകളായും ഇടവക പ്രാർത്ഥനാ ഗ്രൂപ്പുകളായും മനോഹരമായ ഒരു സിസ്റ്റത്തിലൂടെ വർക്ക് ചെയ്യുന്നത് കൊണ്ടാണ് ഇന്നും ഇതിവിടെ സർവൈവ് ചെയ്യുന്നത്. ഒരുപക്ഷെ നമ്മളെ പരാമർശിച്ചപ്പോൾ നമ്മൾ രണ്ടുപേരും പള്ളിവാക്കലച്ചനെ കുറിച്ച് പറയുന്നുണ്ട്. മുൻ കരിസ്മാറ്റിക് KST ചെയർമാൻ ആയിരുന്ന അച്ഛൻ ഇപ്പോൾ ക്യാൻസർ ബാധിതനായി കോഴിക്കോട് ഇരിക്കുകയാണ്. നമുക്ക് ഇവിടെ നമ്മുടെ മുൻ KST ചെയർമാൻമാർ പലരും ഇവിടെ ഉണ്ട്. തൊട്ടുമുമ്പിൽ മുണ്ടോളിക്കലച്ചൻ ഇരിപ്പുണ്ട്. ഇപ്പോഴത്തെ KST ചെയർമാൻ ഉൾപ്പെടെ, തൊട്ടു മുൻപിലത്തെ KST ചെയർമാൻ ഉൾപ്പെടെ പല ആളുകളും ഇവിടെ ഉണ്ട്. തങ്കച്ചായൻ KSTയുടെ വൈസ് ചെയർമാൻ ആയിരുന്നു പലവട്ടം എന്നാണ് ഞാൻ ഓർക്കുന്നത്. ആ സോണുകളിൽ അലഞ്ഞു നടന്ന് ഈ സംവിധാനങ്ങൾ ബിൽഡ് ചെയ്തത് എന്തുമാത്രം പ്രധാനപ്പെട്ടതാണ്. ഈ ഇടവക പ്രാർത്ഥനാ ഗ്രൂപ്പുകളും ഈ സോണൽ സംവിധാനങ്ങളും സബ് സോണൽ സംവിധാനങ്ങളും കേരളത്തിലെ കരിസ്മാറ്റിക് നവീകരണത്തിന്റെ ഏകീകരണവും തങ്കച്ചായന്റെ അനുഭവത്തിൽ നിന്നൊന്ന് പറയാം. എൻ്റെ അനുഭവത്തിൽ നിന്നും ഞാൻ പറഞ്ഞില്ല, ആദ്യത്തെ പ്രാർത്ഥനാ ഗ്രൂപ്പ് ആ പള്ളിയിൽ തന്നെ തുടങ്ങിയത്. പിന്നെ രണ്ടാമതൊരു കാര്യം കേട്ടത്, എല്ലാവരും എല്ലാ ഇടവകയിലുമുള്ള ജനങ്ങൾ നവീകരിക്കപ്പെടണം. എൻ്റെ ആഗ്രഹം അതായിരുന്നു. അതുകൊണ്ട് ഞാൻ ആദ്യം എടുത്തത് ഞാൻ തൊഴിൽ ചെയ്യുന്നൊരു പ്രൈവറ്റ് കമ്പനിയിലാണ്. ആ കമ്പനിയിൽ 47 പെൺകുട്ടികൾ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ഇവരും ബ്രദർ വന്ന് എന്നെ കമ്പനിയിൽ ധ്യാനിപ്പിച്ചു. അതിനുശേഷം ഞാൻ എല്ലാ ആഴ്ചയിലും പ്രാർത്ഥനാ ഗ്രൂപ്പ് തുടങ്ങി. അവരെ ഉപയോഗിച്ചാണ് ഹൈറേഞ്ചിലെ 8 ഇടവകളിൽ നിന്നും വരുന്നവരാണ് അവിടെയുള്ളവരെ. ആ 8 ഇടവകയിലും ഞാൻ പോയി പ്രാർത്ഥനാ ഗ്രൂപ്പ് തുടങ്ങി. മാത്രമല്ല ആ അനുഭവങ്ങൾ പിന്നെ ഇവിടെ ഒരു ബുധനാഴ്ച ഫസ്റ്റ് സൺഡേയിൽ ഞങ്ങൾക്ക് ഉപവാസ പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥനയ്ക്ക് ആ പ്രദേശത്തുള്ള ആൾക്കാർ വരും. ആര് വന്നാലും 5 പേരിൽ കൂടിയാൽ അവരുടെ പള്ളിയിൽ ഞാൻ പിറ്റേ ദിവസം ചെന്ന് അവിടെ പ്രാർത്ഥനാ ഗ്രൂപ്പ് തുടങ്ങിയിരിക്കും. അങ്ങനെ എൻ്റെ അധ്വാനം കൊണ്ട് തന്നെ 112ഓളം പ്രാർത്ഥനാ ഗ്രൂപ്പുകളിൽ സ്ഥിരതയോടെ ആൾക്കാരെ വളർത്തുവാൻ ഹൈറേഞ്ച് മുഴുവൻ ഓടി നടന്ന ആളാണ് ഞാൻ. രാത്രിയിലെ 2 മണിക്കൂർ 3 മണിക്കൂർ ഉറങ്ങാറുള്ളായിരുന്നു അന്ന്. എൻ്റെ കാരണം സഭയുടെ നവീകരണത്തിന് വേണ്ടി തിരഞ്ഞെടുത്ത ഏകസ്ഥനായ ഞാൻ, ഒരു ഭാര്യ ഒരു ഭർത്താവ് എന്തൊക്കെ അവർ ജീവിതത്തിൽ പങ്കുവയ്ക്കാൻ സമയം കളയുന്നോ ആ സമയം മുഴുവൻ സഭയെ ശുശ്രൂഷിക്കാൻ വേണമെന്നുള്ള ഓട്ടമാണ് എന്നെ അതിന് പ്രേരിപ്പിച്ചത്. രണ്ടാമതൊരു കാര്യം, ജീസസ് യൂത്ത് ഓസ്ട്രേലിയ അവിടെ ഫാദർ ജിനോയും മറ്റും 3 വർഷക്കാലം തന്ന ട്രെയിനിങ്ങിൽ ഒരിക്കൽ പോലും മുടങ്ങാതെ വന്നിരുന്ന ആൾ ഞാനാണ്. അവിടെ പറയുന്ന കാര്യങ്ങൾ പ്രാക്ടിക്കലാക്കാൻ ഹൈറേഞ്ചിലെ സബ് സോണുകൾ തിരിച്ച് 8 സ്ഥലത്ത് ഫോർമേഷൻ ക്ലാസ്സുകൾ, ആ ഫോർമേഷൻ ക്ലാസ് കിട്ടിയ പിള്ളേരാണ്. ഹൈറേഞ്ചിൽ നിന്നിപ്പോൾ 10-30ഓളം ശുശ്രൂഷകരുണ്ട്. ഫുൾ ടൈം ധ്യാനിപ്പിക്കുന്നവർ 4-5 പേരുണ്ട്. അതിനേക്കാളുപരി ഇടവകളിലെ പ്രാർത്ഥനാ ഗ്രൂപ്പുകളുടെ കാര്യം സോണൽ കോർഡിനേറ്റർ ആയിരിക്കുമ്പോൾ 8 സബ് സോണിൽ ഞാൻ പോയി അവിടെയുള്ള ആൾക്കാരെ വിളിച്ചു കൂട്ടാൻ കർത്താവ് എനിക്ക് പ്രേരണ നൽകും. അതിനേക്കാളുപരി എൻ്റെ ജീവിതാന്തസ് ഇവരെ സ്നേഹിക്കുക എന്നുള്ളതാണ്. എങ്ങനെ ഒരു ഭാര്യയെ ഭർത്താവ് സ്നേഹിക്കുന്നോ അതുപോലെ ഇടവക്കാരെ സ്നേഹിക്കുക. അവിടെയൊക്കെ ഞാൻ ഓടി നടന്നു, രാത്രിയോ പകലോ നോക്കാതെ. കള്ളുകുടി ക്യാമ്പുകൾ നടത്തി 2500 കള്ളുകുടിയന്മാരുടെ കുടുംബങ്ങളിലുള്ള അംഗങ്ങളുടെ റാലി ഞങ്ങൾ നടത്താനിടയായി. അതിൻ്റെ കാരണം AA ഗ്രൂപ്പിൻ്റെ ഒരു പുസ്തകം വായിച്ചപ്പോൾ എനിക്ക് തോന്നി, മദ്യത്തിന് അടിമപ്പെടുന്ന വ്യക്തികളുടെ ഒരു സുപ്രീം പവർ അവർ നയിക്കുന്നുണ്ടെന്ന് തോന്നിയാൽ അവരും രക്ഷപ്പെടും. അപ്പോൾ സുപ്രീം പവർ ഞാൻ നോക്കിയപ്പോൾ യേശുവാണ്. യേശു ഇല്ലാതെ ഒരാളില്ല. ആ മദ്യപന്മാർ വിളിച്ച് 8 ദിവസം ഞങ്ങളൊരു അച്ഛനതിന് സഹായകമായി അവിടെ മരിയാപുരത്ത് തുടങ്ങിയത് കൊണ്ട് അച്ഛൻ എന്നോട് പറഞ്ഞ്, തങ്കച്ച എന്താ ചെയ്യേണ്ടത്? ഞാൻ പറഞ്ഞു, എനിക്ക് 2 ദിവസം തരാമെങ്കിൽ ഞാൻ അവർക്ക് യേശുവിനെ കൊടുക്കാം, അതുപോലെ ഇന്നർ ഹീലിംഗ് കൊടുക്കാം. അങ്ങനെ ആ ക്യാമ്പിലൂടെ വന്ന 1000കണക്കിന് കുടുംബങ്ങൾ ഹൈറേഞ്ചിൽ നവീകരിക്കപ്പെടാനായിട്ട് കർത്താവ് എന്നെ ഉപയോഗിച്ചു. താങ്ക് യു തങ്കച്ചായം. ഞാൻ വീണ്ടും തങ്കച്ചായനിലേക്ക് തിരിച്ചു വരാം. തങ്കച്ചായം പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ച ഒരു കാര്യം എല്ലാവരും ശ്രദ്ധിച്ചു കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നത്, തീർച്ചയായിട്ടും നമ്മൾ ഇടവക തലം മുതൽ സഭയോട് ചേർന്ന് സംവിധാനങ്ങളിൽ നമ്മൾ ഭംഗിയായി നവീകരണത്തിന്റെ സാന്നിധ്യമായി വർക്ക് ചെയ്യുന്നതിന്റെ പ്രാധാന്യം. മറ്റൊരു കാര്യം തങ്കച്ചായം പറഞ്ഞത് ഫോർമേഷൻ അറ്റൻഡ് ചെയ്യുന്നതാണ്, പരിശീലനങ്ങൾ.
KSTയുടെ ഒക്കെ നേതൃത്വത്തിൽ, ഇപ്പോഴത്തെ ടീമിൻ്റെ ഒക്കെ നേതൃത്വത്തിൽ ഇതിനു മുൻപും ധാരാളം പരിശീലന പരിപാടികൾ കേരളത്തിലുടനീളം സംഘടിപ്പിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും നമ്മുടെ മുൻപോട്ടുള്ള വളർച്ചയിൽ ഇത്തരം പരിശീലനങ്ങൾ പ്രധാനപ്പെട്ടതാണ്. സിസ്റ്റർ എൽസിസ് മാത്യുവിലേക്കാണ് ഞാൻ പോകുന്നത്. സിസ്റ്ററിനെ കുറിച്ച് ഞാൻ സൂചിപ്പിച്ചപ്പോൾ പറഞ്ഞല്ലോ, MSMI കോൺഗ്രിഗേഷനാണ്. കരിസ്മാറ്റിക് നവീകരണത്തിൻ്റെ ആ ഒരു മുഖം പേറി കാരിസംസ് എല്ലാം, ഗിഫ്റ്റ് എല്ലാം വരങ്ങൾ ഉപയോഗിച്ചുകൊണ്ട്, വരദാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ശുശ്രൂഷ ചെയ്യുന്ന ഒരു കോൺഗ്രിഗേഷനും കൂടിയാണ്. സിസ്റ്ററിൻ്റെ ഒരു നവീകരണ യാത്രയും കമ്മ്യൂണിറ്റിയെക്കുറിച്ചും ഒക്കെ തീർച്ചയായിട്ടും പങ്കുവയ്ക്കുക സിസ്റ്റർ. 1978 ഞാനൊരു കോളേജ് സ്റ്റുഡൻ്റ് ആയിരിക്കുമ്പോഴാണ് ധ്യാനം കൂടുന്നത്. BCM കോളേജിൻ്റെ പശ്ചാത്തലത്തിൽ 200 പേരുടെ ഒരു പ്രെയർ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. അത് ഞാൻ ലീഡ് ചെയ്തിങ്ങനെ വരുമ്പോഴാണ് ദൈവിക സ്വരം കേട്ട് എനിക്ക് സിസ്റ്റർ ആകണമെന്നുള്ളൊരു വിളി കിട്ടിയത്. അപ്പോൾ 4 വർഷത്തെ ഒരു അൽമായ ട്രെയിനിങ് എന്ന് വെച്ചാൽ നമ്മുടെ പ്രെയർ മീറ്റിങ്, കാര്യങ്ങൾ ജീസുവാക്കിയിട്ട് ബന്ധപ്പെട്ട് നല്ലൊരു ട്രെയിനിങ് ആ മേഖലയിലുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് MSMI കൊളത്തുവേൽ ധ്യാന കേന്ദ്രവും ഈ ധ്യാനങ്ങളും വർഗിച്ചിനെ കുറിച്ചൊക്കെ കേൾക്കാനായിട്ട് ഇടയായത്. അങ്ങനെയാണ് ഈ MSMI കോൺഗ്രിഗേഷനിൽ എനിക്ക് ഈശോ എന്നെ പിടിച്ചുകൊണ്ട് പോയത്. ഞാൻ ഓർക്കുന്നു, അച്ഛൻ, പ്രിയപ്പെട്ട വർക്കി അച്ഛൻ 76 ധ്യാനം കൂടിയ അന്ന് തന്നെ, ആ വർഷം തന്നെ 8 പേരുടെ ഒരു ധ്യാനം ഞങ്ങളുടെ കോൺവെൻറ്റ് ചാപ്പലിൽ ആരംഭിച്ചു. ഈ ഏപ്രിൽ 25 ഇതിന് ജൂബിലി ഞങ്ങൾ ഇന്ന് ഇനാഗുറേറ്റ് ചെയ്തിട്ടാണ് ഞങ്ങൾ പോകുന്നത്. വളരെ സൂപ്പറായൊരു ജൂബിലി ആഘോഷം ഞങ്ങൾ തിരികെത്തിച്ചിട്ടാണ് ഇപ്പോൾ ഇവിടെ വന്ന് നിൽക്കുന്നത് ഞങ്ങൾ. അപ്പോൾ 76 അച്ഛൻ അവിടെ ധ്യാനം ആരംഭിച്ചതാണ്. 8 പേരെ കൊണ്ട് ആരംഭിച്ചു. പിന്നീട് പതുക്കെ സ്പ്രെഡ് ചെയ്ത് എല്ലായിടത്തും അങ്ങനെ 85 ധ്യാന കേന്ദ്രം ആരംഭിക്കുന്നത്. ഞാൻ ഓർക്കുകയാണ്, പരിശുദ്ധാത്മാവിൻ്റെ സ്വരം ഇങ്ങനെ ശ്രവിച്ചു ജീവിക്കുന്ന ഒരു വ്യക്തിയെ എത്രയോ പേരെ കണ്ടിട്ടുണ്ട്, വേറൊരിടത്തും കാണാൻ പറ്റില്ല. എല്ലാ കാര്യങ്ങളിലും പരിശുദ്ധാത്മാവിനെ ശ്രദ്ധിക്കുന്നു. ഈവൻ ഒരു യാത്രയ്ക്ക് പോലും, ഒരു ഭക്ഷണത്തിന് പോലും, ഒരു പുതിയ ഭക്ഷണം കണ്ടാൽ പരിശുദ്ധാത്മാവിനോട് ചോദിക്കും, ഇത് കഴിക്കണോ? യാത്രയ്ക്ക് പോകുമ്പോൾ ട്രെയിനിന് പോകണോ, പ്ലെയിനിന് പോകണോ, റിസർവേഷൻ ചെയ്യണോ? പൊട്ടത്തരങ്ങളാ, ഫൂളിഷ്. പൗലോസ്ലീഹ പറയുന്നില്ലേ, വിഡ്ഢികളെ കൊണ്ട് ആ കാര്യം ചെയ്യിപ്പിക്കുന്നതെന്ന് പറഞ്ഞ പോലെ അങ്ങനത്തെ ഒരു മനുഷ്യനായിരുന്നു പ്രിയപ്പെട്ട വർക്കി അച്ഛൻ. അച്ഛൻ്റെ കൂടെ ജീവിക്കാൻ ഭാഗ്യം ലഭിച്ചതുകൊണ്ട് ആ ഒരു സ്റ്റൈലിലൂടെ പോകുവാനായിട്ടും ദൈവം ഇടവരുത്തി. പരിശുദ്ധാത്മാവിൻ്റെ വരദാനങ്ങൾ മാത്രം ഉപയോഗിച്ച് ആണ് അച്ഛൻ എല്ലാ ധ്യാനങ്ങളും നടത്തിയിരുന്നത്. ഒരു കൗൺസിലിങ്ങിന് പോലും പ്രാർത്ഥിച്ചിട്ടിടും ആരുടെ അടുത്താണ് പോകേണ്ടത്. ക്ലാസ് എടുക്കുമ്പോൾ അച്ഛൻ ചോദിക്കും, ആരൊക്കെയാണ് ഇവിടെ ക്ലാസ് എടുക്കേണ്ടത്. ഒരു ടീമിന് പോകുമ്പോൾ പലരും ഉണ്ടെങ്കിൽ ആരൊക്കെയാണ്. ഇങ്ങനെ പരിശുദ്ധാത്മാവിൻ്റെ നിമന്ത്രണം. ഒരു ധ്യാനത്തിന് ഇവൻ ഒരു ബിഷപ്പ് വിളിച്ചാൽ പോലും പരിശുദ്ധാത്മാവിനോട് ചോദിക്കും, പോകണോ വേണ്ടയോ എന്ന്. ഇപ്രകാരം നല്ലൊരു സ്പിരിറ്റ് ഫിൽഡ് ആയിട്ടൊരു വൈദികൻ്റെ കീഴിൽ ട്രെയിനിങ് കിട്ടാൻ സാധിച്ചതുകൊണ്ട് ഞാൻ ഓർക്കുകയാണ്, ഇന്ന് വരെ 48 വർഷമായിട്ടും വരദാനങ്ങളുടെ മേഖലയിൽ ഒരു പാഴ്ചയുണ്ടാകാനോ തെറ്റ് വരുത്താനോ ഒന്നും ഇടവരുത്തില്ല. കാരണം പരിശുദ്ധാത്മാവിനുള്ളൊരു വിധേയത്വത്തിലാണ് ഞങ്ങളുടെ സന്യാസ സമൂഹത്തിലെ എല്ലാവരെയും കർത്താവ് ഇങ്ങനെ വളർത്തിക്കൊണ്ട് വന്നത്. സിസ്റ്റേഴ്സ് മാത്രമല്ല, വലിയൊരു അൽമായ കൂട്ടായ്മയും എല്ലാം ഈ അച്ഛനുമായിട്ട് ബന്ധപ്പെട്ട്, ധ്യാനവുമായിട്ട് ബന്ധപ്പെട്ടുണ്ട്. വരദാനങ്ങളെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു കാലഘട്ടത്തെ ചിന്തിക്കുമ്പോൾ വരദാനങ്ങൾ ഉപയോഗിക്കുന്നവരും വരദാനങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നവരും കുറച്ച് കുറഞ്ഞു പോയിട്ടുണ്ടോ എന്ന് ഈ ജൂബിലി വർഷത്തിൽ നമ്മൾ ഒന്നിച്ചിരിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണെന്നു. ഒരു 2 കാര്യം ഒന്ന് പ്രത്യേകം എനിക്ക് സ്പെസിഫൈ ചെയ്ത് പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത്. 1 കൊറിന്തോസ് 12-ാം അധ്യായം 28 പറയുന്നുണ്ട്, എല്ലാവരും അപ്പസ്തോലരോ, എല്ലാവരും പ്രവാചകരോ, എല്ലാവരും അത്ഭുത പ്രവർത്തകരോ. പൗലോസ്ലീഹ പറയുന്നു, കൂട്ടായ്മ വേണം നമുക്ക്. കൂട്ടായ്മയിലെ സഭ വളരുകയുള്ളൂ, കൂട്ടായ്മയിലെ വരദാനങ്ങൾ വളരുകയുള്ളൂ. നമ്മൾ ഒറ്റയ്ക്ക് പോകുന്നത് കൊണ്ട് പല ലീഡേഴ്സിനെയും നമുക്കിന്ന് കാണാനായിട്ട് പറ്റുന്നില്ല. വരദാനങ്ങൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നില്ല. രണ്ടാമത്തെ ഒരു കാര്യം എനിക്ക് നോക്കുന്നത്, വരദാനങ്ങളുള്ള വ്യക്തിക്ക് പരിശുദ്ധാത്മാവ് വേണമെന്നില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ദിസ് ഇസ് എ ഗിഫ്റ്റ് ഫ്രം ദ ഹോളി സ്പിരിറ്റ്. ഗിഫ്റ്റ് അവിടെ കിട്ടി എന്നോർത്തുകൊണ്ട് എനിക്ക് പരിശുദ്ധാത്മാവ് വേണമെന്നില്ല. വരദാനങ്ങൾ നമുക്ക് ഉപയോഗിക്കണമെങ്കിൽ എൻ്റെ എക്സ്പീരിയൻസ് അനുസരിച്ച് എല്ലാ ദിവസവും നമ്മൾ ഇരുന്ന് റീചാർജ് ചെയ്ത് പരിശുദ്ധാത്മാവിന് ശക്തി സംഭരിച്ചാൽ മാത്രമേ നമുക്ക് വരദാനങ്ങളിൽ വളരാനായിട്ട് പറ്റുകയുള്ളൂ. ഈ ഡിജിറ്റൽ വേൾഡിൽ അങ്ങനെ ഇരിക്കാനായിട്ട് ആരുമില്ലാത്തതിനാൽ വരദാനങ്ങൾ ഒരു ഡിമിനിഷിങ് സ്റ്റേജിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് എന്നുള്ള കാര്യം വളരെ സത്യമാണ്. വരങ്ങളിൽ ഭാഷാവരം മാത്രമേ പെർമനൻ്റ് ഉള്ളൂ, ബാക്കി ഒരു വരവും പെർമനൻ്റ് അല്ല. അതുകൊണ്ട് അന്നേപ്പം പോലെ നമ്മൾ കുത്തിയിരുന്ന് പ്രാർത്ഥിച്ച് ഈശോ അയക്കുന്ന വ്യക്തികൾക്ക് വേണ്ടിയിട്ട് വരദാനങ്ങളിൽ വളർന്നാൽ മാത്രമേ വരങ്ങൾ ഈ ജൂബിലി വർഷത്തിൽ നമ്മളൊന്ന് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണല്ലോ. അങ്ങനെ ഉപയോഗിച്ചാൽ മാത്രമേ നമുക്ക് വരദാനങ്ങളിൽ വളരാനായിട്ട് പറ്റുകയുള്ളൂ. എൻ്റെ ജീവിതത്തിൽ ഞാൻ 1000കണക്കിന് 10000കണക്കിന് മനുഷ്യരെ പ്രാർത്ഥിച്ചിട്ടുണ്ട്. എന്നാലും ഒരാൾ പ്രാർത്ഥിക്കാൻ വരുമ്പോൾ എനിക്ക് പേടിയാ, കർത്താവ് വല്ലതും തരുമോ,
എന്തോ ഒരു 10, 30, 40 സന്ദേശം കിട്ടിയ അനുഭവങ്ങളുണ്ട്. എന്നാലിപ്പോൾ ഒരാൾ പ്രാർത്ഥിക്കും, എനിക്ക് പേടിയോ, കർത്താവ് തന്നില്ലേ, നമ്മൾ എന്ത് ചെയ്യും? ഈശോ ചെയ്യേണ്ട പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രവർത്തനം നമ്മൾ സ്വന്തമാക്കി മാറ്റിയത് കൊണ്ട് വരദാനങ്ങളൊരു വളരെ, അച്ഛൻ എപ്പോഴും പറയും, അവിടെ ശാന്തമായിട്ടിരിക്കുക, അവിടെ ശാന്തമായിട്ടിരിക്കുക, ഈശോ നയിക്കട്ടെ, ഈശോ പറയുന്നത് പറ. ഇങ്ങനെ ഞങ്ങളെ ചെവിക്ക് പിടിച്ച് വളർത്തിയ അനുഭവം ഞാൻ ഓർക്കുകയാണ്. അങ്ങനെ വളർത്താനും ഉയർത്താനും ഒക്കെ ആളുകളില്ലാത്തത് കൊണ്ടും സമയമില്ലാത്തത് കൊണ്ടും വരങ്ങൾ ഇന്ന് വളരെ താഴ്ന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് നമ്മൾ പ്രെയർ ഗ്രൂപ്പുകളും തളർന്നുകൊണ്ടിരിക്കുകയാണ്. 1 കൊരിന്ത്യസ് 3:2 പ്രത്യേകം പറയുന്നുണ്ട്, നിന്റെ ശരീരം നീ ദാനം ചെയ്താലും, സർവ്വസമ്പത്ത് നീ ദാനം ചെയ്താലും, ശരീരം നീ ദഹിപ്പിക്കാൻ വിട്ടുകൊടുത്താലും സ്നേഹമില്ലെങ്കിൽ ഒന്നുമില്ല എന്ന്. എല്ലാ വരങ്ങളും സ്നേഹത്തിൻ്റെ ബേസിസിൽ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഞാനിപ്പോൾ തങ്കച്ചാന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ സ്നേഹത്തിൽ വേണം ഞാൻ ഈ വരം ഉപയോഗിക്കാനായിട്ട്. അല്ലെങ്കിൽ എന്താണ്, മനോജ് സണ്ണിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ സ്നേഹം ഉപയോഗിച്ചിട്ടാണോ ഞാൻ പ്രാർത്ഥിക്കുന്നത്? സ്നേഹമാണ് എൻ്റെ വലിയ മാനദണ്ഡം. ഇതെല്ലാം വിട്ടുപോകുന്നത് കൊണ്ട് വരദാനങ്ങളുടെ മേഖലയിൽ ഞാൻ എപ്പോഴും വേദനയോടെ പറയും, എൻ്റെ ജീവിതത്തിൽ ഇത്രയും വർഷം ഞാൻ ഇവിടെ നിന്നത് എനിക്ക് വലിയൊരു അറിവോ ജ്ഞാനമോ പാണ്ഡിത്യമോ ഒന്നുമില്ല, പക്ഷെ വരദാനങ്ങളുടെ സമൃദ്ധിയുണ്ട്. വരദാനങ്ങൾ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നത് കൊണ്ട് എവിടെയും നമുക്ക് പോകാനായിട്ട് കാരണം പരിശുദ്ധാത്മാവ് ചെയ്തോളും. പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയായത് എന്തെല്ലാം കാര്യങ്ങളാണ് പരിശുദ്ധാത്മാവ്. ഒരൊറ്റ ഉദാഹരണം പറയാം. ഞങ്ങൾ ജർമ്മനിയിൽ ധ്യാനിപ്പിക്കുമ്പോൾ ഒരു സ്ത്രീ എൻ്റെ അടുക്കൽ വന്നിട്ട് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ഞാൻ ആ സ്ത്രീയോട് ചോദിച്ചു, നിങ്ങളുടെ വീട്ടിൽ തുറക്കാത്ത ഒരു അലമാരി ഉണ്ടോ എന്ന്. അപ്പോൾ ആ സ്ത്രീ ഇങ്ങനെ കണ്ണിങ്ങനെ പൊളിച്ച് ചോദിക്കുന്നത്, ഞങ്ങളുടെ വീട്ടിലെ അലമാരി തുറക്കാത്ത എങ്ങനെയാണ് സിസ്റ്റർ ഇറങ്ങിയത് എന്ന്. ഞാൻ പറയും, ഞാൻ അറിഞ്ഞതല്ല, പരിശുദ്ധാത്മാവ് ഇങ്ങനെ പറഞ്ഞിട്ടാണെന്ന്. ആ സ്ത്രീയുടെ ഭർത്താവ് മരിക്കുമ്പോൾ പറഞ്ഞിരുന്നു, അണ്ടർഗ്രൗണ്ടിലെ അലമാരി ഒരിക്കലും തുറക്കരുത്, അത് പൂട്ടിയിട്ടേക്കണമെന്ന്. 28 വർഷമായി ഭർത്താവ് മരിച്ചിട്ട് ആ അലമാരി ഇതുവരെയും തുറന്നിട്ടില്ല. അതിനകത്ത് എന്തുകൊണ്ടെന്ന് ആർക്കും അറിയത്തില്ല. ആ സ്ത്രീയുടെ ഐ ഓപ്പണിംഗ് ആയിരുന്നു. സുവിശേഷം അവിടെ ഓസ്ട്രിയ മുഴുവൻ 25ഓളം പ്രാവശ്യം പോകാൻ ഇടവന്നത് ഈ വരദാനങ്ങളാണ്. ബിൽഡ് അപ്പ് ദ ബോഡി ഓഫ് ക്രൈസ്റ്റ്. ക്രിസ്തു ശരീരത്തെ പടുത്തുയർത്താൻ, ആത്മാക്കളെ ഈശോയിലേക്ക് കൊണ്ടുവരാൻ, ആത്മാക്കളെ നേടാൻ തന്ന ഈ ടൂൾസ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇരുന്ന് പ്രാർത്ഥിച്ച് കണക്ട് ചെയ്ത് നമ്മൾ വളർത്തിയാൽ മാത്രമേ ഇത് വളരുകയുള്ളൂ. എനിക്കൊരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ കിട്ടിയെന്നോർത്ത് അടുത്തയാൾക്ക് വേണ്ടി കിട്ടണമെന്നില്ല. താങ്ക് യു സിസ്റ്ററെ. സിസ്റ്റർ പറഞ്ഞപ്പോൾ ഞാൻ പ്രത്യേകം നോട്ട് ചെയ്തൊരു കാര്യം, സിസ്റ്റർ കൈയ്യടി കൊടുക്കുന്നതിന് ഒരു കാര്യം ഞാനൊന്ന് പ്രത്യേകം പറയും. സിസ്റ്റർ അവസാനിപ്പിച്ചപ്പോൾ അത് പറഞ്ഞു, നമ്മൾ കൂട്ടായി ഇരുന്ന് കേരളത്തിലെ കരിസ്മാറ്റിക് നവീകരണത്തിന്റെ ഭാഗമായി കേരളത്തിലുടനീളം ധാരാളം ചെറിയ ചെറിയ ഗ്രൂപ്പുകളിൽ ഇരുന്ന് ഈ വരദാനങ്ങൾ ഉപയോഗിച്ച് പരിശീലിച്ച് വളർന്ന ഒരു ചരിത്രം കേരളത്തിലെ കരിസ്മാറ്റിക് നവീകരണത്തിനുണ്ട്. ഇതൊട്ടയാൻ പരിപാടിയല്ല. ഇത് ഗ്രൂപ്പുകളിൽ നമ്മൾ ഒരുമിച്ചിരുന്ന് പരസ്പര അക്കൗണ്ടബിലിറ്റിയോടെ വിധേയപ്പെട്ട് തിരുത്തലുകൾ സ്വീകരിച്ച് നമ്മൾ ഒരുമിച്ചിരുന്ന് വരദാനങ്ങൾ ഉപയോഗിച്ച് വളരുന്ന ഒരു രീതിയാണ്. സിസ്റ്റർ എത്ര കൃത്യമായാണ് പറഞ്ഞത്. നമ്മുടെ ശുശ്രൂഷകൾ നമ്മുടെ പല അഭ്യാസങ്ങൾക്കും അപ്പുറത്ത് 10 മടങ്ങ് ഫലമുണ്ടാക്കാൻ ഈ വരദാനങ്ങളിൽ വളരുന്നതും ഉപയോഗിക്കുന്നതും കാരണമാകുമെന്ന് സിസ്റ്റർ പറയായിരുന്നു. സിസ്റ്ററിലേക്ക് വീണ്ടും ഞാൻ തിരിച്ചു വരാം. ഞാനിപ്പോൾ മനോജ് സണ്ണിയിലേക്ക് പോവുകയാണ്. മനോജ് സണ്ണി ചേട്ടൻ ജീസസ് യൂത്തിലൂടെയാണ് തീർച്ചയായിട്ടും നവീകരണത്തിന്റെ ഭാഗമാകുന്നത്. ജീസസ് യൂത്തിന്റെ റെക്സ് ബാൻഡ് എന്ന് പറയുന്ന ഇതിന്റെ ആദ്യത്തെ കോർഡിനേറ്റർ. അത് ഞാനിപ്പോൾ ഇവിടെ പറയാൻ കാരണം, എൻ്റെ ചെറിയ ഓർമ്മയിൽ ഞാൻ ഇവർ പറഞ്ഞു കേട്ട് മനസ്സിലാക്കുന്ന അനുസരിച്ച് കളമശ്ശേരിയിൽ നടന്ന വലിയ കരിസ്മാറ്റിക് കൺവെൻഷന്റെ പശ്ചാത്തലത്തിലാണ്, ആ മ്യൂസിക് മിനിസ്ട്രിയുടെ ബാക്ക്ഗ്രൗണ്ടിലാണ് റെക്സ് ബാൻഡിന്റെ ചിന്ത പോലും ഉയരുന്നത്. 1990. മനോജ് ചേട്ടന്റെ ഒരു നവീകരണ അനുഭവം പറഞ്ഞ് തുടങ്ങാം. ഞാനിതൊരു 3 തലങ്ങളായിട്ട് പറയേണ്ടി വരും. കാരണം ഞാനൊരു ഈശോലിക പ്രതിബദ്ധത എടുക്കാനുള്ള ഒരു യാത്ര നോക്കുമ്പോൾ ആദ്യത്തെ ഒരു 4 വർഷങ്ങൾ 5 വർഷങ്ങൾ വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. ഞാൻ കോളേജിൽ പഠിക്കുന്ന കാലത്ത് ഞാൻ തിരുവനന്തപുരത്ത് എഞ്ചിനീയറിംഗ് കോളേജിലാണ് പഠിച്ചിരുന്നത്. എൻ്റെ ജീവിതത്തിൽ ഒരു ക്രൈസിസ് ഉണ്ടായി. അത് ഒരിക്കലും അതുവരെ ഇല്ലാതിരുന്ന ഒന്ന്, എൻ്റേതായ കാരണങ്ങൾ വന്നല്ല, അല്ലാതെ വന്നതാണത്. പക്ഷേ അവിടെയാണ് എൻ്റെ ജീവിതത്തിൽ ഒരു അന്വേഷണം തുടങ്ങുന്നത്. ജീവിതത്തിന് എന്തെങ്കിലും അർത്ഥമുണ്ടോ, ഇങ്ങനെ ജീവിച്ചിട്ട് കാര്യമുണ്ടോ? അന്നത്തെ കാലത്ത് പഠിച്ചു കഴിഞ്ഞാൽ എളുപ്പം ജോലി കിട്ടും, ഒരു ബുദ്ധിമുട്ടുമില്ല. ഈ ജോലി കിട്ടിയിട്ട് എന്ത് കാര്യം, ഇങ്ങനെയുള്ള ചിന്തകളൊക്കെ വന്നു തുടങ്ങുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാൻ അന്വേഷണം ഉണ്ടായിരുന്നു. ആ അന്വേഷണം അവസാനിക്കുന്നത് ഞാനൊരു ധ്യാനമാണെന്ന് അറിയാതെ പോയി അറ്റൻഡ് ചെയ്ത ഒരു ധ്യാനത്തിലാണ് അത് ഞാൻ അവസാനിക്കുന്നതും. അവിടെയാണ് എനിക്ക് വ്യക്തിപരമായ യേശു അനുഭവം ഉണ്ടാകുന്നതും. അത് തീർച്ചയായിട്ടും ഒരു ആഴത്തിലുള്ള അനുഭവമായിരുന്നു. അത് യേശു എന്നെ കണ്ടെത്തിയെന്ന് പറയാവുന്ന ഒരു അനുഭവം. പക്ഷെ അപ്പോഴും എൻ്റെ ബാപ്റ്റിസം, എൻ്റെ മാമോദിസ പേര് തോമസ് ആണ്. അപ്പോൾ തോമസുമാർക്കുള്ള എല്ലാവിധ പ്രത്യേകതകളും എനിക്കുമുണ്ട്. ചോദ്യങ്ങളുടെ ഒരു കൂമ്പാരമായിരുന്നു ഞാൻ. പക്ഷേ അന്ന് ആ ധ്യാനം കഴിഞ്ഞ് അന്ന് വൈകുന്നേരം ഇവരെല്ലാം പറഞ്ഞ പള്ളുവാതുക്കൽ അച്ഛൻ, ഫാദർ എബ്രഹാം പള്ളുവാതുക്കൽ, അന്ന് KST ചെയർമാനാണ്, അദ്ദേഹത്തിൻ്റെ അടുത്തോട്ട് ഇവരെന്നെ കൊണ്ടുപോയി.
അത് കഴിഞ്ഞ് അദ്ദേഹം പിടിച്ച ഒരു പിടിയാണ് എന്നെ ഇന്നും ഇവിടെ നിലനിൽക്കാനായിട്ട് സഹായിക്കുന്നത്. കഴിഞ്ഞ ഏകദേശം 40 വർഷത്തോളം അദ്ദേഹമാണ് എൻ്റെ സ്പിരിച്വൽ ഡയറക്ടറും എന്നെ എല്ലാ രീതിയിലും അനുഗമിച്ചുകൊണ്ടിരിക്കുന്നതും എന്നെ ഗൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നതും. മനോജേട്ടൻ മറ്റൊരു സെക്ഷനിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ ഇവിടെ ചുമ്മാ ഇന്റർഫിയർ ചെയ്തൊരു കാര്യം ചോദിക്കുകയാണ്. മനോജേട്ടൻ്റെ ഡാഡി ആണ് മരിച്ചുപോയ ഇന്ത്യയുടെ നാഷണൽ ഷൂട്ടിംഗ് കോച്ച് ദ്രോണാചാര്യ സണ്ണി തോമസ് സാറ്. ഞാൻ അതിപ്പോൾ പറയാനുള്ള കോണ്ടെക്സ്റ്റ്, മനോജേട്ടൻ നാഷണൽ ഷൂട്ടിംഗ് ചാമ്പ്യനായി തെരഞ്ഞെടുക്കപ്പെട്ട് സെൻറ്റ് സ്റ്റീഫൻസ് കോളേജിൽ മനോജേട്ടൻ പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ ഒരു സ്വീകരണമൊക്കെ കൊടുക്കാൻ പോയപ്പോൾ മറുപടി പ്രസംഗം പറയാൻ പറ്റാതെ പേപ്പർ കയ്യിൽ നിന്ന് പോയി പേടിച്ചു വിറച്ച് ഇറങ്ങിപ്പോയ ഒരു മനോജ് സണ്ണിയെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. അത് മാത്രമല്ല, കുഞ്ഞുനാൾ മുതൽ ചെറിയൊരു വിക്കുണ്ട് മനോജ് ചേട്ടന്. ചെറിയ വിക്കല്ല, വലിയ വിക്കുണ്ട്. അങ്ങനെയുള്ള മനോജ് സണ്ണിയാണ് ഇന്ന് ലോകം മുഴുവൻ ഇതുപോലെ നടക്കുകയും കാര്യങ്ങൾ ചെയ്യുകയൊക്കെ ചെയ്യുന്നത്. ഈ നവീകരണം ഉണ്ടാക്കിയ ജീവിതത്തിന്റെ മാറ്റത്തിൽ അത് പറയാതെ പോകുന്നത് ശരിയല്ലെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ധാരാളം അങ്ങനത്തെ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് തീർച്ചയായിട്ടും. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട എൻ്റെ ആത്മാവിൻ്റെ രക്ഷയാണല്ലോ. ഞാൻ വിചാരിച്ചു അത് പറയാമെന്ന് വിചാരിച്ചു. എനിക്ക് വലിയ വിക്കുണ്ടായിരുന്നു, സംസാരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള വിക്കുണ്ടായിരുന്നു. അപ്പം റൈജു പറഞ്ഞ പോലെ ഞാൻ അന്ന് നാഷണൽ റെക്കോർഡൊക്കെ ഹോൾഡ് ചെയ്തിട്ടുണ്ട് ഷൂട്ടിങ്ങിൽ. അത് തന്നെയാണ് എൻ്റെ വലിയ ക്രൈസിസും ഉണ്ടായത്. അത് തന്നെയായിരുന്നു അവസാനം വന്നപ്പോഴും. അത് ആ സമയത്തൊക്കെ ഞാൻ പഠിച്ച കോളേജിൽ എൻ്റെ ഡാഡിയും മമ്മിയും കോളേജ് പ്രൊഫസേഴ്സാണ്. അവർ രണ്ടുപേരും മുന്നിലിരിക്കുമ്പം ഒരു 2 വരി നോക്കി, ഒരു പേപ്പറെ നോക്കി വായിക്കാൻ തുടങ്ങിയിട്ട് സംസാരിക്കാൻ പറ്റാതെ നാണം കെട്ട് ഇറങ്ങിപ്പോകുന്ന ഒരാളാണ് ഞാൻ. എന്നെയാണ് ദൈവം ധാരാളം സ്ഥലങ്ങളിൽ, ഒരു പക്ഷേ എനിക്ക് സ്വപ്നം കാണാൻ പറ്റാത്ത സ്ഥലങ്ങളിൽ, അത് ബിഷപ്പ് സിനഡുകൾ മുതൽ ഞാൻ വിചാരിക്കുന്നത് അങ്ങനെയുള്ള എല്ലാ തലങ്ങളിലും വത്തിക്കാനിലും എല്ലാം ധാരാളം പ്രാവശ്യം സംസാരിക്കാനുള്ള അവസരം ഒരുക്കിയത്. ഞാനുമായിട്ടൊരു ബന്ധവുമില്ല, ഇപ്പോഴും എനിക്ക് വിക്കുണ്ട്. അത് എനിക്കറിയാം. ഞാൻ ചിലപ്പോൾ ഉറങ്ങാതിരിക്കുമ്പോഴേ നെർവസ് ആകുമ്പോൾ എനിക്കറിയാം ചില വാക്കുകൾ സംസാരിക്കാൻ എനിക്ക് എളുപ്പമല്ല. എപ്പോഴും ഞാൻ വിചാരിക്കും ഏതെങ്കിലും ഒരു അവസരത്തിൽ വിക്കില്ലാതെ എനിക്ക് സംസാരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് അവൻ്റെ കൃപ മാത്രമാണ്. അത് ഞാനുമായിട്ടൊരു ബന്ധവുമില്ല. എൻ്റെ രണ്ടാമത്തെ തരം ഞാൻ പറഞ്ഞതാണ്, ഒരു ധ്യാനത്തിൻ്റെ അനുഭവത്തിൽ നിന്ന് എന്നെ ഒരു ആഴത്തിലുള്ള യേശു അനുഭവത്തിലേക്ക് കൈപിടിച്ച് നടത്തിയത് പള്ളുവാക്കച്ചനും അതോടൊപ്പം തന്നെ GCUത്തിൽ ആ സമയത്ത് എൻ്റെ എൽഡേഴ്സ് ആയിരുന്ന പലരുമാണ് എൻ്റെ കൂടെ നടന്നവർ. മൂന്നാമതൊന്ന് ഞാൻ വിചാരിക്കുന്നത്, അതാണ് ഒരു അടിത്തറയിട്ടെന്ന് പറയും. ഞാൻ കല്യാണം കഴിച്ചു 4-5 വർഷം കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ ആദ്യത്തെ കൊച്ച് മരിച്ചുപോയി. 9ാമത്തെ മാസം, അതായത് പ്രസവത്തിന് 2 ദിവസം മുമ്പാണ് പെട്ടെന്നൊരു കോംപ്ലിക്കേഷൻ ഉണ്ടെന്ന് പറഞ്ഞ് ഹോസ്പിറ്റലിലായി. കൊച്ച് മരിച്ചാണ് പുറത്ത് വന്നത്. ഞങ്ങളെ സംബന്ധിച്ചോളം തകരുന്ന ഒരവസ്ഥ. പക്ഷേ ഞാൻ ചുരുക്കി പറയുകയാണ്, പക്ഷെ അന്ന് ഞങ്ങൾ 2 പേരും, ഞാനും എൻ്റെ ഭാര്യയും, അത് പ്രസവത്തിന് കോംപ്ലിക്കേഷനൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഏകദേശം 10-12 ദിവസം ഞങ്ങൾ ഹോസ്പിറ്റലിലായിരുന്നു. ഈ സമയത്തൊക്കെ ഞങ്ങളെ സംബന്ധിച്ചുള്ള ഒരു കാര്യം ഞങ്ങൾ മനസ്സിലാക്കി. ഞങ്ങളുടെ ജീവിതത്തിൽ അതുവരെ അറിഞ്ഞിട്ടില്ലാത്ത, അല്ലെങ്കിൽ അതുവരെ ഞങ്ങൾ അനുഭവിക്കാത്ത തരത്തിൽ ഞങ്ങളോടൊപ്പം ഇറങ്ങി വന്ന് വസിക്കുന്ന യേശുവിൻ്റെ സാന്നിധ്യം. നമുക്ക് കൈ നീട്ടിയാൽ തൊടാൻ പറ്റുന്ന അത്രയും നമുക്ക് അടുത്ത യേശു വന്ന് നമുക്ക് നമ്മുടെ കൂടെ ഉണ്ടെന്ന് നമുക്ക് ഉറപ്പുള്ള സമയം, അങ്ങനെ അവനെ അനുഭവിക്കുന്ന സമയം. ആൾക്കാർ സാരമില്ല എന്നൊക്കെ പറഞ്ഞാൽ അതൊന്നും നമ്മളെ ആശ്വസിപ്പിക്കത്തില്ല. പക്ഷേ മാത്രമല്ല, ഞാൻ തിരിഞ്ഞു നോക്കുമ്പോഴാണെങ്കിലും അന്ന് ആ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് ഞങ്ങൾക്ക് ഈ ലോകത്തിന് തരാവുന്ന എല്ലാം ഉണ്ടായിരുന്നു. വിദ്യാഭ്യാസം ഉണ്ടായിരുന്നു, അത്യാവശ്യ സമ്പത്ത് ഉണ്ടായിരുന്നു, വേണ്ട ഇൻഫ്ലുവൻസും കോൺടാക്റ്റും ഞങ്ങൾക്കല്ലെങ്കിൽ ഞങ്ങളുടെ മാതാപിതാക്കൾക്കൊക്കെ ഉണ്ടായിരുന്നു. ഇതെല്ലാം വെറുതെ ആയിപ്പോയി. വെറും ഉപയോഗശൂന്യമാണെന്നുള്ളതും, നമുക്കൊരാവശ്യം വരുമ്പോൾ ലോകത്തിന് തരാൻ പറ്റുന്നതെല്ലാം വെറും ഉച്ഛിഷ്ടമായിട്ട് മാറുമെന്ന് പറഞ്ഞാൽ ആ വചനം ഓർക്കുന്നത്, അത് വെറും ഉപയോഗശൂന്യമാണെന്നും ഈ നമ്മളുടെ ജീവിതത്തിൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ള സമയത്തും കർത്താവായ യേശു ക്രിസ്തുവിനല്ലാതെ നമ്മൾ അന്വേഷിക്കുന്ന, സെന്റ് പോൾ പറയുന്ന പീസ് ദാറ്റ് പാസസ് അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയുന്ന ഏറ്റവും അടിസ്ഥാന സമാധാനം നമ്മുടെ ഉള്ളിൽ തരാൻ കർത്താവായ യേശു ക്രിസ്തുവിനല്ലാണ്ട് മറ്റൊരാൾക്കും സാധിക്കത്തില്ലെന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ ഉറപ്പിച്ച സംഭവമായിരുന്നത് 92-ലാണത്. അതിനുശേഷം ഞാൻ പിന്നെ തിരിഞ്ഞു നോക്കിയിട്ട്